എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. നടിയെ ആക്രമിച്ച കേസിൽ തന്നെ കുടുക്കിയത് എന്ന വാദവുമായി മുഖ്യപ്രതി പൾസർ സുനി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. നടന്നത് കൊട്ടേഷൻ ആക്രമണമെന്ന നടിയുടെ മൊഴി. സുനി ആലപ്പുഴയിൽ വെച്ച് പോലീസിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. നടിയെ ആക്രമിച്ചവർക്കെതിരെ കർശന നടപടി വേണമെന്ന് വെങ്കയ്യ നായിഡു. വിശദീകരണം ആവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷൻ DGPയെ വിളിപ്പിച്ചു. നടപടി വേണമെന്ന മുഖ്യമന്ത്രിയോട് തമിഴ് നടികർ സംഘം. നടിക്ക് പിന്തുണയുമായി ബോളിവുഡ് താരങ്ങളും. വിജിലൻസിന്റെ അധികാര പരിധി ചോദ്യം ചെയ്ത് ഹൈക്കോടതി. മന്ത്രിസഭാ തീരുമാനം എങ്ങനെ പരിശോധിക്കും? സംസ്ഥാനത്ത് വിജിലൻസ് രാജോ എന്നും കോടതി. അഴിമതി വിരുദ്ധ നീക്കങ്ങളുടെ മന്ദതയെ വിമർശിച്ച് VS അച്യുതാനന്ദനും. CPIM CPI പോരെ ഉഭയകക്ഷി ചർച്ചയിലൂടെ തീർക്കാൻ LDFിൽ ധാരണ. സമവായത്തിന് ശ്രമിക്കാമെന്ന യോഗത്തിൽ കാനത്തിന്റെ ഉറപ്പ്. തർക്കം നീളരുതെന്ന് NCPയും ജനതാദളും. CPIക്ക് NCPയുടെ വിമർശനം. IPL താരലേലത്തിൽ ഇംഗ്ലീഷ് താരങ്ങൾ കോടികൾ കൊയ്തു. ബെൻ സ്റ്റോക്സിനെ പൂനെ സ്വന്തമാക്കിയത് 14.5 കോടിക്ക്. ഓയൻ മോർഗൻ 2 കോടിക്ക് കിങ്സ് 11-ൽ. മലയാളി താരം ബേസിൽ തമ്പി 85 ലക്ഷം രൂപയ്ക്ക് ഗുജറാത്ത് ലയൺസിൽ കളിക്കും. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനി അടക്കമുള്ള 3 പ്രതികളും ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. അതിനിടെ തന്നെ ആക്രമിച്ചത് കൊട്ടേഷൻ സംഘമാണെന്ന് നടി പോലീസിൽ മൊഴി നൽകി. നടിയെ ആക്രമിച്ച കേസിൽ മുഖ്യപ്രതി പൾസർ സുനി, മറ്റു പ്രതികളായ വിജേഷ്, മണികണ്ഠൻ എന്നിവരാണ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. കേസുമായി നേരിട്ട് ബന്ധമില്ലെന്നും ഇത് കെട്ടിച്ചമച്ചതാണെന്നും അതിനാൽ നിരപരാധിത്വം തെളിയിക്കാൻ അവസരം നൽകണമെന്നും ഇവർ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. അഡ്വക്കേറ്റ് EC പൗലോസ് വഴിയാണ് മൂവരും ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. വെളുത്ത കാറിൽ അങ്കമാലിയിലെ തന്റെ വീട്ടിലെത്തിയ സംഘം ഒരു കവർ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചെന്നും ആ കവറിൽ മൊബൈൽ ഫോൺ, പാസ്പോർട്ട്, തിരിച്ചറിയൽ രേഖകൾ എന്നിവയാണ് ഉണ്ടായിരുന്നതെന്നും അഭിഭാഷകൻ അറിയിച്ചു. ഈ കവർ ആലുവ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇദ്ദേഹം ഹാജരാക്കിയിട്ടുണ്ട്. മജിസ്ട്രേറ്റിന് കൃത്യം 11 മണിക്ക് കേസ് കോടതി തുടങ്ങിയപ്പോൾ ആദ്യത്തെ കേസായിട്ട് ഞാൻ എൻ്റെ പെറ്റീഷൻ ഫയൽ ചെയ്തു. ഈ കവർ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു. കോടതിയിൽ മെമ്മോ പ്രകാരമാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഇത് ഇങ്ങനെ പ്രകാരം ഞങ്ങൾക്ക് അബദ്ധവശാലം ഞങ്ങളുടെ കയ്യിൽ വന്ന് പെട്ടതാണ്. ഈ സാധനം ഞങ്ങൾ കോടതിയിൽ സറണ്ടർ ചെയ്യുന്നു. കാരണം കേസിൻ്റെ പ്രാധാന്യം കണക്കാക്കിയിട്ട് നിങ്ങൾ ചെയ്യുന്നു എന്ന് തന്നെയാണ് മെമ്മോ എഴുതി കൊടുത്തിരിക്കുന്നത്. അതിനിടെ തന്നെ ആക്രമിച്ചത് കൊട്ടേഷൻ സംഘമാണെന്ന് നടി പോലീസിൽ മൊഴി നൽകി. മറ്റു ചിലർക്ക് വേണ്ടിയാണ് തങ്ങൾ എത്തിയതെന്നും അപകീർത്തികരമായ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ സഹകരിച്ചില്ലെങ്കിൽ തമ്മനത്തെ ഫ്ളാറ്റിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുമെന്നും പൾസർ സുനി ഭീഷണിപ്പെടുത്തിയതായാണ് നടിയുടെ മൊഴി. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. റിപ്പോർട്ടർ, കൊച്ചി. കൊച്ചിയിൽ യുവനടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഉന്നത ബന്ധം തേടി പോലീസ്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേർ കൂടി ഇനിയും അറസ്റ്റിലാകാനുണ്ട്. അതിനിടെ മുഖ്യപ്രതിയായ പൾസർ സുനിയെ രക്ഷപ്പെടാൻ സഹായിച്ച അമ്പലപ്പുഴ സ്വദേശി അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. യുവനടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നേരിട്ട് ബന്ധമുള്ള പൾസർ സുനി, വിജീഷ്, മണികണ്ഠൻ എന്നിവർക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഇവർ കേരളം വിട്ടു പോയിട്ടില്ലെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ഇതിനിടെ മുഖ്യപ്രതി പൾസർ സുനി ആലപ്പുഴയിലുണ്ട് എന്ന നിർണായക വിവരം പോലീസിന് ലഭിച്ചു. ഇന്നലെ ഉച്ചയോടെയാണ് ഇയാൾ ആലപ്പുഴയിലെത്തിയത്. ആലപ്പുഴ ജില്ലയിലെ കക്കാഴം എന്ന സ്ഥലത്ത് മനു എന്ന സുഹൃത്തിന്റെ അടുക്കലായിരുന്നു പൾസർ സുനി സഹായം തേടിയെത്തിയത്. തുടർന്ന് മറ്റൊരു സുഹൃത്തായ അൻവറിനെ വിളിച്ചു വരുത്തി. അൻവറിനോടൊപ്പം പൾസർ സുനി അമ്പലപ്പുഴ എത്തിയതായും പോലീസിന് വിവരം ലഭിച്ചു. സുനിയെ രക്ഷപ്പെടാൻ സഹായിച്ചതിനാണ് അൻവറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അമ്പലപ്പുഴയിൽ നിന്നും പൾസർ സുനി ഓട്ടോറിക്ഷയിൽ മറ്റെവിടേക്കോ പോയി എന്നാണ് അൻവർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇതിനിടെ സിനിമാ രംഗത്തെ ഉന്നതർക്കും റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്കും ഈ കേസിലുള്ള പങ്കിനെക്കുറിച്ച് പോലീസിലെ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു. സിനിമാ രംഗത്തെ കുടിപ്പക അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. കേസുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയത്തിൽ ശ്രീ PT തോമസ്, ശ്രീ B ഉണ്ണികൃഷ്ണൻ, ശ്രീ ബൈജു കൊട്ടാരക്കര, ശ്രീമതി തനൂജ ഭട്ടതിരി, ശ്രീ MT രമേശ്, ശ്രീ A റഹീം, ശ്രീമതി ലതിക സുഭാഷ്, അഡ്വക്കേറ്റ് ആശ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുക. ആദ്യം ശ്രീ ബൈജു കൊട്ടാരക്കര, പൾസർ സുനിയെ ഇതുവരെ പോലീസിന് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലാക്കണം? എങ്ങനെ അയാൾ ഈ രംഗത്ത് നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള പ്രശ്നമുണ്ട്. ആരയാളെ ഒഴിപ്പിക്കുന്നു എന്ന പ്രശ്നമുണ്ട്. ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ ഹൈക്കോടതിയിൽ മൂവ് ചെയ്യാനിരിക്കുന്നു. പൾസർ സുനിക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന സംശയം ബലപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും ബലപ്പെടുന്നുണ്ട്. അതിൻ്റെ കാരണം മലയാള സിനിമാ രംഗത്ത് കുറച്ച് കാലങ്ങളായി ഈ കൊട്ടേഷൻ പരിപാടികൾ കുറച്ച് കൂടി വരിക. കുറച്ച് കാലങ്ങളായി എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങളായിട്ട് മലയാള സിനിമാ രംഗം ശരിക്കും ഒരു കൊട്ടേഷൻ്റെ പിടിയിലാണ്, ഒരു മാഫിയയുടെ പിടിയിലാണെന്ന് മാക്ട ഫെഡറേഷൻ പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. പക്ഷേ ഇതാരും ചെവിക്കൊള്ളുന്നില്ല. ഈ പറഞ്ഞു പോകുന്തോറും ഇതെല്ലാം വെറുതെ പറയുന്നതാണ്, അവർ വെറുതെ പറയുന്നതാണെന്നുള്ളൊരു ധാരണയിൽ ഇങ്ങനെ വെച്ച് നീട്ടി കൊണ്ടുപോവാണ്. ഈ പൾസർ സുനി എന്ന് പറഞ്ഞ ആളിനെ കുറിച്ച് പത്രമാധ്യമങ്ങൾ നമ്മൾ 3-4 ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. മേനക സുരേഷിനെ
ആ മേനക ചേച്ചിയെ കൊണ്ടുവന്നിട്ട് 4-5 മണിക്കൂർ എറണാകുളം പട്ടണത്തിലിട്ട് കറക്കിയ ഒരു സംഭവമുണ്ട്. സുരേഷ് ഏട്ടൻ ഇപ്പോഴാണ് തുറന്നു പറയുന്നത്. അന്ന് അദ്ദേഹം കേസ് കൊടുത്തിരുന്നു. ആ കേസിന് ഇതേവരെ ഒരു തുമ്പുണ്ടായിട്ടില്ല. അതിനുശേഷം മുകേഷ് ഇദ്ദേഹത്തെ ഡ്രൈവറായിട്ട് വെച്ചു. ഒരു നടനാണ് ഡ്രൈവറായിട്ട് വെച്ചത്. 2 വർഷത്തോളം മുകേഷിന് കൂടെ ഓടി. അയാൾ ക്രിമിനലാണെന്ന് അറിയാമായിരുന്നു. അതും കഴിഞ്ഞു. മുകേഷും പിരിച്ചുവിട്ടു. അതിനുശേഷം ഈ പൾസർ സുനി അന്ന് മുതൽ ഇന്ന് വരെ മലയാള സിനിമയിൽ എത്രത്തോളം സിനിമകൾ ജോലി ചെയ്തു? ഈ ജോലി ചെയ്തതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുത്ത ആരാണ്? ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ, ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു നിർമ്മാതാവായിരിക്കണം. നിർമ്മാതാക്കൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പ്രൊഡക്ഷൻ കൺട്രോളറും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും ചേർന്നാണ് ഈ ഡ്രൈവേഴ്സിനെ എല്ലാം വെക്കാറുള്ളത്. അങ്ങനെ വെക്കുന്ന ഈ പ്രൊഡക്ഷൻ ഡ്രൈവേഴ്സിൽ ഇവർ പറയുന്നു, ഞങ്ങൾ പറയുന്നു 1 ലക്ഷം രൂപ ഒരു ഇവർക്ക് മെമ്പർഷിപ്പ് ഫീ ആയി മേടിച്ചുകൊണ്ട് ഏത് ക്രിമിനലിനും മെമ്പർഷിപ്പ് കൊടുക്കുകയാണ് ഫെഫ്ക എന്ന യൂണിയൻ. ഏത് ക്രിമിനലിനും. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കേരളത്തിൽ സംഭവിക്കില്ല, മലയാള സിനിമാ രംഗത്ത് സംഭവിക്കില്ല. അങ്ങനെ ഈ കാശ് മേടിച്ചുകൊണ്ട് അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ട് അവരെ ഇതേപോലുള്ള ക്രിമിനലുകൾ ഈ മാതിരി കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലേ കേരളത്തിൽ അത്ഭുതം. ശരി, അതാണ് താങ്കളുടെ വാദം. ഫെഫ്കയുടെ ഭാഗമായി സംവിധായകരെ ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ അതിന് മറുപടി പറയുമെന്ന് കരുതുന്നു. ശ്രീ എ റഹീം, തെന്നിന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമാ താരം, എറണാകുളം നഗരത്തിൽ മണിക്കൂറുകളോളം പീഡിപ്പിക്കപ്പെട്ട സംഭവം കഴിഞ്ഞിട്ട് ഇത്രയും മണിക്കൂറുകളായി പൾസർ സുനി എവിടെ? അത് കേരളത്തിലെ പോലീസ് ഉത്തരം തരേണ്ട ചോദ്യമല്ലേ? എങ്ങനെ ഇത്ര മനോഹരമായി അയാൾ പോലീസിനെ വെട്ടിച്ച് കടന്നു? എന്തുകൊണ്ട് ഈ നിമിഷം വരെയും അയാൾ അറസ്റ്റിലാകുന്നില്ല? അയാളുടെ കൂട്ടാളികളും അറസ്റ്റിലാകുന്നില്ല? ഇവർക്ക് തണൽ വിരിച്ചു നിൽക്കുന്നത് ആരാണ്? എന്തുകൊണ്ടാണ് പോലീസിന് ഇത്ര കോൺക്രീറ്റ് ആയിട്ടുള്ള മൊഴികളും എവിഡൻസുകളും ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്തത്? ശ്രീ എ റഹീം. അഭിലാഷിന്റെ ചോദ്യം ചില സാങ്കേതിക കാരണങ്ങളാൽ മുഴുവനായി കേൾക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് തീർച്ചയായും ലജ്ജാകരമാണ്, ഞെട്ടലുളവാക്കുന്ന കാര്യമാണ്, ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ കാര്യവുമല്ല. പക്ഷേ കേരളത്തിലെ സർക്കാർ ഒരു സംഭവം ഉണ്ടാകുന്നു, ആ സംഭവത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു ഒരു സർക്കാർ എന്നതിനെ ആശ്രയിച്ചല്ലേ ഇരിക്കുന്നത്. ആ സംഭവത്തിന്റെ കൂടി അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം കാര്യങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ ആ സർക്കാർ നിലപാട് സ്വീകരിക്കുന്നു. ഈ 2 കാര്യങ്ങളിൽ ഊന്നിയല്ലേ ഒരു സർക്കാരിനെ നമ്മൾ വിമർശിക്കുകയും പ്രതികൂട്ടി നിർത്തുകയും ചെയ്യേണ്ടത്. ഇക്കാര്യത്തിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരാൾ ഈ നാളിതുവരെയായി സർക്കാരിന്റെ നിലപാടിനെയോ ആത്മാർത്ഥതയോ ചോദ്യം ചെയ്തിട്ടില്ല. വളരെ കൃത്യമായി സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെട്ടു എന്നാണ് ഇന്നലെ വളരെ പബ്ലിക്കായി ഇതുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തകർ ഇന്നലെ പറഞ്ഞത്. അതാണ് യാഥാർത്ഥ്യവും. ഇത് ഒരു സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ്. നമുക്ക് മുൻപ്, ഞാനിതിനെ രാഷ്ട്രീയവൽക്കരിച്ചു കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല, ജിഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് എടുത്ത സമീപനം നമ്മുടെ മുൻപിലുണ്ട്. ഏതോ ഒരു ഡമ്മി പ്രതിയെ മുഖം മറച്ചു കൊണ്ടുപോയ അനുഭവമല്ല നമ്മുടെ മുമ്പിലുണ്ട്. അല്ല ശരി, ജിഷയുടെ കാര്യത്തിലെ പോലീസിന്റെ ആക്ഷനെ വിമർശിച്ച ആളുകളാണല്ലോ നിങ്ങൾ, ശ്രീ എ റഹീം. ഈ കാര്യത്തിൽ പോലീസ് ചെയ്തതൊക്കെ ശരിയാണ്, ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല എന്നാണോ? 11 മണിക്ക് തന്നെ സംവിധായകനും നടനും നിർമ്മാതാവുമായ ലാൽ കേരളത്തിന്റെ പോലീസ് മേധാവിയെ നേരിട്ട് ടെലിഫോണിൽ വിളിച്ച് ഈ നടിക്കുണ്ടായ ദുര്യോഗം വിവരിച്ചിരുന്നു. 12 മണി വരെ ഈ പൾസർ സുനിയുടെ മൊബൈൽ ഫോൺ ഓണായിരുന്നു. അത് ഗിരിനഗർ ടവറിന്റെ പരിധിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതിനോടകം പ്രമുഖരായ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ വിവരം അറിഞ്ഞിരുന്നു. പോലീസിന്റെ സാന്നിധ്യത്തിൽ കേരളത്തിലെ ഒരു നിർമ്മാതാവ് ഇയാളോട് ടെലിഫോണിൽ സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് മൊബൈൽ ഫോൺ ഓഫായത്. അപ്പോഴും ഗിരിനഗറിലുണ്ട്. അതിനുശേഷം എവിടെ പോയി എന്നറിയില്ല. ഇത്രയും സമയം കൊണ്ട് എന്തുകൊണ്ട് ഈ പ്രതി ആരാണ് എന്ന് നടിയിൽ നിന്ന് മുഖതാവിൽ വിവരം ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ പ്രതിയെ പിടിക്കാൻ, വലയിലാക്കാൻ കഴിയാതിരുന്നത് പോലീസിന് എന്നുള്ളത് ആദ്യത്തെ ചോദ്യം. പിന്നെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഹയർ ചെയ്ത വാഹനത്തിലാണല്ലോ ഈ സംഭവം നടന്നത്. എന്നിട്ട് ആ പ്രൊഡക്ഷൻ ഹൗസിന്റെ മേധാവികളെ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്തില്ല? എന്തുകൊണ്ടാണ് ഈ വാഹനം അറേഞ്ച് ചെയ്ത് കൊടുത്ത, ഈ വാഹനം വാടകയ്ക്കെടുത്തിട്ടുള്ള പ്രൊഡക്ഷൻ കൺട്രോളറെ ഈ നിമിഷം വരെ ചോദ്യം ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രമുഖരെ ആരെയും ഇക്കാര്യത്തിൽ ഒന്ന് മൊഴി രേഖപ്പെടുത്താനുള്ള സൗമനസ്യം പോലും പോലീസ് കാണിക്കാത്തത്? ദൗർഭാഗ്യകരമാണ് അഭിലാഷിന്റെ ഈ ഇടപെടൽ ചോദ്യം. ഇന്നലെ വളരെ പരസ്യമായി ഇതേ ലാൽ, അങ്ങ് പരാമർശിച്ച ഇതേ ലാൽ തന്നെ വളരെ പരസ്യമായി കൊച്ചിയിൽ കേരള ഗവൺമെന്റിന്റെയും പോലീസിന്റെയും വിശിഷ്ട മുഖ്യമന്ത്രിയുടെയും എല്ലാം ഇടപെടലിനെ സംബന്ധിച്ച് പേരെടുത്ത് പരാമർശിക്കുകയുണ്ടായി. അത് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയാണ് പോലീസ് ഇടപെടലിനെ സംബന്ധിച്ച് അദ്ദേഹം അന്നലെ പരാമർശം നടത്തിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. 2, അങ്ങ് ചോദിച്ചത് ചിലരെയെല്ലാം എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല എന്നാണ്. ചിലരെയെല്ലാം ചോദ്യം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നും പോലീസിന്റെ ഗതി നമുക്കെങ്ങനെയാണ് നിർവചിക്കാനാവുക? എന്താണ് നടന്നതെന്ന് നമുക്കിങ്ങനെ അറിയാം. അതായത് പോലീസിന്റെ നടപടികളിൽ എന്തെല്ലാമാണ് നടന്നതെന്ന് നമുക്കിങ്ങനെ അറിയാൻ കഴിയും. പോലീസ് 3 പ്രതികളെ ഇതിനകം തന്നെ പിടിച്ചില്ലേ? 2 പ്രതികൾ ആരൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു, പ്രതികളെ തേടിപ്പോകുന്നു. ഇവിടെ ഇത്തരമുള്ള ക്രിമിനലുകളെ സംരക്ഷിക്കേണ്ട എന്ത് ബാധ്യതയാണ് ഈ സർക്കാരിനുള്ളത്? എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നത്? ഞങ്ങൾ കർശനമായി നേരിടും. 2,
ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനിമേൽ ഇതുപോലെ ഒരു കറുത്ത വർത്തമാനം, ഒരു വർത്തമാനം, ഒരു മോശപ്പെട്ട വർത്തമാനം, ഒരു വാർത്ത കേരളത്തിൽ വരാൻ പാടില്ല. ഒരു ഇര ഇനി ഉണ്ടാകാൻ പാടില്ല. ശരി, അതിനുവേണ്ടിയുള്ള ശക്തമായ നടപടിയിലേക്ക് ഒരു ഇര ഉണ്ടാകാൻ പാടില്ല എന്ന് ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ആവർത്തിക്കപ്പെടുന്ന വാചകമാണ്. ശ്രീമതി ലതിക സുഭാഷ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലോ തുടർ നടപടികളിലോ ബന്ധുക്കൾ ഈ നിമിഷം വരെ പരാതി പറഞ്ഞിട്ടില്ല. സിനിമാ രംഗത്തു നിന്നുള്ള ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, സുഹൃത്തുക്കൾ, അങ്ങനെ ആരും യാതൊരു പരാതിയും ഉന്നയിച്ചിട്ടില്ല. പൾസർ സുനി എന്ന ഇതിന്റെ മുഖ്യാസൂത്രകൻ ഇതുവരെ പിടിയിലായിട്ടില്ല എന്നുള്ളത് ശരി തന്നെ. പക്ഷേ 3 ക്രിമിനലുകൾ ഇതിനോടകം അറസ്റ്റിലായി കഴിഞ്ഞു. ബാക്കിയുള്ളവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കുടുംബാംഗങ്ങൾ ആക്ഷേപം ഉന്നയിക്കാത്ത സ്ഥിതിക്ക് നീതിപൂർവകമായ അന്വേഷണം നടക്കുന്നുവെന്ന് നമുക്ക് പറഞ്ഞുകൂടെ? ശ്രീ അഭിലാഷ്, ആദ്യമേ തന്നെ ഞാൻ ഒരു സ്ത്രീ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, ഒരു സഹോദരി എന്ന നിലയിൽ ഈ സംഭവമുണ്ടായ അതിനെക്കുറിച്ച് ആ പെൺകുട്ടിയുടെ, നമ്മളൊക്കെ സ്നേഹിക്കുന്ന എൻ്റെ കൊച്ചനുജത്തി, മലയാളത്തിലെ ഒരു പ്രിയ താരത്തിൻ്റെ ആ കുട്ടിയോട് ഞാൻ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നേരിൽ പിന്നീട് ഒന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ കുട്ടിയോട് ഞാൻ മാപ്പ് പറയുകയാണ്. ഇങ്ങനൊരു സംഭവം എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും ആ കുട്ടി. തന്നെയല്ല, മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ കുട്ടിയുടെ പ്രതിശ്രുത വരൻ, അവരുടെ കുടുംബാംഗങ്ങൾ, അവരൊക്കെ നല്ല മോറൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ശ്രീ ലാല്, അതുപോലെ ശ്രീ PT തോമസ് MLA ഒക്കെ ഈ കേസുമായി മുന്നോട്ട് പോകാൻ അവർക്ക് നല്ല സപ്പോർട്ട് കൊടുത്തു. ഒരു പെൺകുട്ടിയും മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ താൻ അപമാനിക്കപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അത്തരം ഒരു സംഭവം നടന്നത് പ്രശസ്തയായ ഒരു സിനിമാ താരമാണ് ഇതിൻ്റെ ഇര. അപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരുടെ കാര്യം ആലോചിക്കണം. ശ്രീ റഹീം പറഞ്ഞു, അതിന് രാഷ്ട്രീയമായിട്ട് നമ്മൾ കാണരുത്, അതിനപ്പുറത്ത് കാണാൻ പറ്റണം. ഇവിടെ ഇന്നലെ എനിക്ക് തോന്നുന്ന ഈ ചർച്ചയിൽ ശ്രീ PT തോമസ് ഉണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ, എന്തുകൊണ്ടാണ് ഇത് 17-ാം തീയതി വൈകുന്നേരം 9 മണിക്ക് നടന്ന സംഭവമാണ്. 10 മണി വരെ എനിക്ക് ഈ പ്രതികളുടെ പേര് പറയുന്ന പോലും എനിക്ക് വിഷമം ഉളവാക്കാറുണ്ട്. ആ പ്രതി അവിടെ ഉണ്ടായിട്ട് പോലും അയാളെ പിടിക്കാനായിട്ട് പോലീസിന് കഴിഞ്ഞില്ല. എത്രയോ സംഭവങ്ങളാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. തൊട്ടടുത്ത് വല്ലാർപാടത്ത് ഒരു കൊച്ചു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി. ഒരു സമൂഹത്തിൽ, അതൊരു ഭരിക്കുന്ന കക്ഷിയിലെ ഒരു ലോക്കൽ നേതാവ് അതിൻ്റെ പ്രതിസ്ഥാനത്തുണ്ട്. പക്ഷെ നാട്ടിലെ മുഴുവൻ ആളുകളും ഒരുമിച്ച് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയിട്ട് ആ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയ പലരും ഇന്ന് ആശുപത്രിയിലാണ്. പോലീസ് കൃത്യമായ അന്വേഷണം നടത്തിയിട്ടില്ല. താങ്കൾ സൂചിപ്പിച്ചു, ഈ സൂചിപ്പിച്ച കേസിലും പ്രതികളെ പിടികൂടിയിട്ടില്ല. തുടരുക ശ്രീമതി ലതിക സുഭാഷ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ MT രമേശ്, ഒരു വളരെ ദൗർഭാഗ്യകരമായ, കേരളത്തിന്റെ മനസാക്ഷി മുറിവേറ്റു പോകുന്ന ദാരുണമായ ഒരു സംഭവം നടന്നു. ഈ സംഭവം നടന്ന് ആ ഇരയായ പെൺകുട്ടിയോട് എല്ലാവരും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഒപ്പം അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നതിനപ്പുറത്ത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തെയോ അത് സംബന്ധിച്ച താല്പര്യങ്ങളെയോ വിമർശിക്കാനുള്ള എന്തെങ്കിലും വസ്തുത നമ്മുടെ മുൻപിലുണ്ടോ? 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഗവൺമെൻറ് ഈ കാര്യത്തിൽ പറയേണ്ട മറുപടി, എറണാകുളം പോലെയുള്ള, കൊച്ചി പോലെയുള്ളൊരു നഗരത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിന് എന്ത് സുരക്ഷിതത്വമാണുള്ളത് എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ സ്വാഭാവികമായിട്ടും സംസ്ഥാന ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. ഈ നഗരത്തിൽ സാമൂഹിക വിരുദ്ധരായിട്ടുള്ള ആളുകൾ, വലിയ വലിയ കൊട്ടേഷൻ സംഘങ്ങൾ നിർബാധമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് എത്രയോ കാലമായിട്ടുള്ള ആരോപണമാണ്. ഇതിനെതിരായിട്ടൊരു നടപടിയും ഗവൺമെൻറ് ഭാഗത്ത് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൻ്റെ പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ ഒന്നാണ് ഇപ്പോൾ എറണാകുളത്തുണ്ടായത്. ഒരു കാര്യം. അപ്പോൾ ആ കാര്യത്തിൽ കേരളത്തിൽ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ച്, അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അവർക്കും അധോലോക സംഘങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ വ്യാപകമായ പരാതി ഉണ്ടായിരുന്നു. ആ പരാതി അഡ്രസ്സ് ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാകുന്നില്ലെന്നുള്ള ഒരു കാര്യം. രണ്ടാമത്, ഈ കൺസെൻറ്റ് കേസിലേക്ക് വരിക. ഇതിപ്പോൾ കേസ് അന്വേഷണം വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴും ഇപ്പോഴും പ്രതിയെ പിടിച്ചിട്ടില്ല, പ്രധാനപ്പെട്ട പ്രതിയെ പിടിച്ചിട്ടില്ല. എന്തുകൊണ്ട് പിടിക്കാൻ സാധിക്കുന്നില്ല? അയാൾ കൊച്ചിയിലുണ്ടായിരുന്നു, പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് കടന്നു കളയുന്നു. അങ്ങനെ ഒരു ക്രിമിനലിന് രക്ഷപ്പെടാൻ പഴുതുണ്ടാക്കുന്ന അന്വേഷണമാണോ പോലീസ് നടത്തുന്നത്? കേരള പോലീസിനെ കുറിച്ച് അത്ര മോശപ്പെട്ട അഭിപ്രായമൊന്നുമല്ല നിൽക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ ഉദാസീനതയുണ്ട് എന്നുള്ളൊരു കാര്യം. രണ്ടാമത്, ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട ഒരു പരാതി, ഇതൊരു കൊട്ടേഷൻ സംഘത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത്.
ഒരു കൊട്ടേഷൻ സംഘം, ഒരു സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ, കുറ്റവാളികൾ, അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അതിൻ്റെ പിന്നിൽ സാമ്പത്തികമാണ്, ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമമാണ്, ഇങ്ങനെയൊക്കെയാണ് വാർത്തകൾ വരുന്നത്. പക്ഷേ അതിനപ്പുറത്ത് ഈ ആളുകളെ ആര് വിലക്കെടുത്തു? ആർക്കോ വേണ്ടിയിട്ടാണല്ലോ ഇവർ പ്രവർത്തിച്ചിട്ടുള്ളത്, അങ്ങനെയും വാർത്തകളുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കൊട്ടേഷൻ സംഘത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ആ ഗുണ്ടകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന അന്വേഷണത്തിനപ്പുറത്ത് സിനിമാ ലോകവുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതാണ്. സിനിമക്കകത്തെ പല ഉൾനാടകങ്ങളുമുണ്ട്. ആ സിനിമക്കകത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതാണ്. അത്തരമൊരു അന്വേഷണത്തിലേക്ക് പോകുന്നില്ല എന്നുള്ള നിർഭാഗ്യമാണ്. ഞാൻ ആരെയും ബ്ലെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ കേന്ദ്രീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സിനിമക്കകത്തുള്ള ആളുകളെല്ലാവരും ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങി ഞങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ സ്വയം ചോദിക്കേണ്ടത്, ആ ലോകത്തെക്കുറിച്ചാണ് ആക്ഷേപമുള്ളത്. ആ ലോകത്തെക്കുറിച്ച് ആക്ഷേപമുണ്ടാകുമ്പോൾ അത് പുറത്തു വരാൻ അവർക്ക് ബാധ്യതയുണ്ട്. എന്തുകൊണ്ട് സിനിമാ സംഘടനകൾ സിനിമക്കകത്തുകൂടി അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുന്നില്ല? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ശ്രീ സുരേഷ് കുമാർ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേതാവ്, ടെലിഫോൺ ലൈനിൽ. ശ്രീ സുരേഷ് കുമാർ, വളരെ ശക്തമായാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്ന് പറയുമ്പോഴും പ്രതി പിടിയിലായിട്ടില്ല. ആ പ്രതിക്ക് പിന്നിൽ ആളുകളുണ്ട് എന്ന അഭ്യൂഹമുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അറിയില്ല. സിനിമാ ബന്ധമുണ്ട് എന്ന ആക്ഷേപം ശക്തമായിരിക്കെ, സിനിമയിലെ ഉന്നതരുമായി പോലും ബന്ധമുണ്ട് എന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കെ, ആ പ്രതിയെ പിടികൂടി ഇതിനൊക്കെ എന്താണ് വസ്തുത എന്ന് ബോധിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടല്ലോ. സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളെ ഒന്നും ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യാതിരിക്കുന്നത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഒരു സവിശേഷ പദവിയുണ്ട്, സവിശേഷ മാന്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണോ? അവർ കൂടി ചോദ്യം ചെയ്യലിന് വിധേയരാകേണ്ടതല്ലേ? അങ്ങനെ ചുമ്മാ ആരെങ്കിലും സിനിമാക്കാരെ വിളിച്ച് ചോദ്യം ചെയ്യാനൊക്കെ? കുറെ രാഷ്ട്രീയക്കാർ കയറിയിരുന്നോണ്ട് സിനിമാക്കാർക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അത് ചെയ്യാനൊക്കെ? എന്റെ സുഹൃത്താണ് ശ്രീ MT രമേശ്. ഞങ്ങള് ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ, MT രമേശ് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ വേറൊരു നേതാവ് നേരത്തെ പറഞ്ഞ V മുരളീധരൻ, അദ്ദേഹം പറഞ്ഞതിലും ഞാൻ പ്രതിഷേധപ്പെടുത്തി. സിനിമയ്ക്കകത്ത് നിന്ന് ഇതിന്റെ അകത്ത് യാതൊരു ബന്ധവുമില്ല. സിനിമാക്കാർ അത്ര ക്രൂര മനസ്സുള്ളവരോ അത്ര ക്രൂരന്മാരോ ഒന്നുമല്ല. എല്ലാവരും വളരെ ഇമോഷണൽ ആയിട്ടുള്ള ലോല മനസ്സിലുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇതിന് ഒരു കൊട്ടേഷൻ കൊടുത്ത് ഈ കുട്ടിയെ ഇങ്ങനെ പീഡിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു സിനിമാക്കാരും അതിന്റെ അകത്ത് ചെയ്യില്ല. ഇത് വെറും കൊട്ടേഷൻ സംഘം തന്നെയാണ്. ഹീസ് എ ബ്രോൺ ക്രിമിനൽ. ഇവൻ ജനിച്ച ശ്രീ സുരേഷ് കുമാർ, ഇതൊരു കൊട്ടേഷൻ സംഘത്തിന്റെ മാത്രം താല്പര്യ പ്രകാരം നടന്ന ഒന്നാണെന്ന നിഗമനത്തിൽ താങ്കളെ എങ്ങനെ എത്തി എന്നുള്ളത് ആദ്യത്തെ ചോദ്യം. അതവിടെ നിൽക്കട്ടെ. സിനിമക്കാർ കൊട്ടേഷൻ കൊടുത്തോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ഇവിടെ എവിടെ വെച്ചാണ് നടി ആക്രമിക്കപ്പെട്ടത്? ഒരു പ്രൊഡക്ഷൻ ഹൗസ് വാടകയ്ക്കെടുത്തു കൊടുത്ത വാഹനത്തിൽ വെച്ചാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ പ്രൊഡക്ഷൻ ഹൗസ് നിയോഗിച്ചിട്ടുള്ള ഡ്രൈവറുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനൊരു കുറ്റകൃത്യം ഉണ്ടായത്. അപ്പോൾ ആ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഉടമസ്ഥരെ, അവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കേണ്ടതില്ല എന്നുള്ളതാണോ? എന്തുകൊണ്ട് അങ്ങനെയില്ല? എന്തുകൊണ്ടാണ് ഈ ഡ്രൈവറെ നിയോഗിച്ച പ്രൊഡക്ഷൻ മാനേജറുടെ മൊഴിയെടുക്കാത്തത്, അയാളെ ചോദ്യം ചെയ്യാത്തത്? ഈ ഡ്രൈവറെ കണ്ടെത്തിയതാരാണ്? ഇവരോടൊന്നും യാതൊരു ചോദ്യവും ചോദിക്കാൻ പാടില്ലെന്നാണോ? പ്രൊഡക്ഷൻ മാനേജറെ വിളിച്ച് ചോദിക്കാമല്ലോ, ഈ ഡ്രൈവറെ വിളിച്ച് ചോദിക്കാമല്ലോ. ആ ഡ്രൈവറെ ആണല്ലോ മാർട്ടിൻ എന്ന് പറഞ്ഞ ഡ്രൈവറെ പിടിച്ചല്ലോ. ആ ഡ്രൈവറുടെ തന്നെ ചോദിച്ചാൽ കാര്യങ്ങൾ അറിയാമല്ലോ. ഇന്നലെ ഈ പൾസർ സുനി എന്ന് പറഞ്ഞ ആൾ എടുത്തിയാടി. ആദ്യം പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ ചോദ്യം ചെയ്യുമ്പോൾ ഇത് വരുമല്ലോ. അല്ലാതെ ചുമ്മാ സിനിമയിലുള്ള അവരെ വരലുകൊണ്ടും ഇങ്ങോട്ട് വരലുകൊണ്ടും ചുമ്മാ ഇത് വഴി തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് എന്തും പറയാമെന്നുള്ള കാര്യം ദയവ് ചെയ്ത് മീഡിയ നിർത്തണം. അത് ശരിയല്ല. എന്ന് വെച്ചാൽ ചുമ്മാ എന്ത് കാര്യം ഉണ്ടെങ്കിലും സിനിമാക്കാരെ അടിച്ചാക്ഷേപിച്ച് പഴി പറയുന്ന രീതി നിർത്തണം. അത് സിനിമാക്കാരെ ഇപ്പം ഇതിലേക്ക് തിരിക്കുന്ന ഈ രാഷ്ട്രീയക്കാരുടെ ഒരു പുതിയ അടവാണ്. സിനിമയ്ക്കകത്ത് അങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവരെ മാറ്റി നിർത്താനും എലിമിനേറ്റ് ചെയ്യാനും ഞങ്ങൾക്കറിയാം. അതിന്റെ ഞങ്ങളുടേതായ സംവിധാനം ഞങ്ങളുടെ ഇതിന്റെ അകത്തുണ്ട്. പക്ഷെ ഇത് നടന്നിരിക്കുന്നത് ഇത് വെറും ഗുണ്ടായുസമാണ്. ഗുണ്ടകളാണ് ഇതിന്റെ അകത്ത്. ഗുണ്ടകളെ ആദ്യം അറസ്റ്റ് ചെയ്യാനും ഗുണ്ട ആക്ട് പ്രകാരം ഇവരെ അകത്തിടാനും ഇത് കാണിക്കേണ്ടത്, ആർജവം കാണിക്കേണ്ടത് ഇവിടുത്തെ സർക്കാരാണ്. അല്ല, ഇവർക്ക്, ഈ ഗുണ്ടകൾക്ക് ഈ സിനിമയിൽ എന്താണ് കാര്യം ശ്രീ സുരേഷ് കുമാർ? അത് നിങ്ങളല്ലേ വ്യക്തമാക്കേണ്ടത്. ഒരു മാസമായി ഹണി ബി 2 എന്ന സിനിമയുടെ സെറ്റിൽ ഈ പൾസർ സുനി ഉണ്ടായിരുന്നു എന്ന് ഇന്ന് വെളിപ്പെടുത്തിയത് ആ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറായ മനോജ് കാരന്തൂരാണ്. താങ്കളടക്കം ഇയാളെ കുറിച്ച് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്രയധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാൾ ഈ സിനിമാ രംഗത്ത് എങ്ങനെ വിഹരിച്ചു? അയാൾ ആരുടെ താല്പര്യപ്രകാരം ഇത് ചെയ്തു എന്ന് അന്വേഷിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? ഒരു സ്വകാര്യ സ്ഥാപനം ആണ്, സിനിമയല്ലാത്ത ഒരു സ്വകാര്യ സ്ഥാപനം, അവർ വാടകയ്ക്കെടുത്ത വാഹനത്തിലാണ് ഇങ്ങനെയൊന്നും സംഭവിച്ചത് എങ്കിൽ ആ സ്വകാര്യ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാർ ആരാണോ അവരെ ചോദ്യം ചെയ്യും പോലീസ്. ഇത് സിനിമയായതുകൊണ്ട് സിനിമാക്കാരെ ചോദ്യം ചെയ്യേണ്ടെന്നാണോ? മനോജ് കാരന്തൂരിന്റെ ഡ്രൈവർ ആണെങ്കിൽ മനോജ് കാരന്തൂരിനെ ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞില്ല. അല്ല, ഇത് നീളുന്നത് വേറെ ആരിലേക്കോ അങ്ങോട്ടോ ഇങ്ങോട്ടെന്നൊന്നും പറയേണ്ട കാര്യമില്ല. അങ്ങനെ ആരും ഇല്ല. മനോജ് കാരന്തൂർ ഇവൻ ക്രിമിനലാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരാൾ വെക്കത്തില്ലല്ലോ. ആ പ്രൊഡക്ഷൻ മാനേജർ വെക്കുവോ? ഇവൻ ഒരു ക്രിമിനലിനെ പിടിച്ച് വെക്കത്തില്ല.
ഇവൻ ക്രിമിനൽ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ ഇവനെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാന്. അങ്ങനെ ഒരു ക്രിമിനലിനെ ഞങ്ങൾ വെച്ച് പൊറിപ്പിക്കത്തില്ല സിനിമയ്ക്കകത്ത്. അത് ആരും വിചാരിക്കേണ്ട അങ്ങനെ ഒരു കാര്യം. ശരി, ഒറ്റ നിമിഷം ശ്രീ സുരേഷ് കുമാർ. ശ്രീ ബൈജു കൊട്ടാരക്കര, അങ്ങനെയാണോ? ഒരിക്കലും സുരേഷ് ഏട്ടൻ പറഞ്ഞതിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. അതായത് ഒരിക്കലും കേസന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നടന്നുകൊണ്ടിരിക്കുന്നതിനകത്ത് ഒരാളില്ല എന്ന് പറയാൻ മറ്റൊരാൾക്ക് അധികാരമില്ല, ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിയമം അനുവദിക്കുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. ഒന്നത്. രണ്ട്, സിനിമാക്കാരെന്താ നിയമത്തിന് അതീതരല്ലേ? സിനിമാക്കാർ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്, ഇവിടുത്തെ പൗരന്മാരാണ്. അവരും ഈ നാട്ടിലെ നിയമങ്ങൾ അനുസരിക്കാനും ചോദ്യം ചെയ്താൽ ആ ചോദ്യങ്ങൾക്ക് പോലീസിൻ്റെതാണെങ്കിലും സർക്കാരിൻ്റെതാണെങ്കിലും ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും സിനിമാക്കാരാണെന്നല്ല ഇവിടുത്തെ മുഖ്യമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും തയ്യാറാവണം. അല്ല സിനിമാക്കാർക്ക് പ്രത്യേകിച്ച് കൊമ്പും വാലും ഒന്നുമില്ല. നേരത്തെ ഞാൻ പറഞ്ഞു വന്നത്, സിനിമയിൽ സുരേഷ് ഏട്ടൻ തന്നെ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പൾസർ സുനി എന്ന ഈ ഗുണ്ടയെ ഇത്രയും കാലം സിനിമയിൽ വെച്ച് വാഴിച്ചതാരാണ്? അദ്ദേഹം ചെയ്ത സിനിമകൾ ഏതെല്ലാം? എത്ര സിനിമകൾ ഈ പൾസർ സുനി ചെയ്തു? ഈ മാട്ടിൽ എത്ര സിനിമകൾ ചെയ്തു? എത്രത്തോളം സിനിമ? 30ഓളം സിനിമകൾ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അറിയാം. ഓടിയ ഡ്രൈവേഴ്സിനെ കണക്കെടുത്ത് നോക്കിയാൽ അറിയാം. ഇതുവരെ ഇവരെ സംരക്ഷിക്കുന്ന ആരാണ്? ആർക്ക് വേണ്ടിയാണ് ഇവർ ഈ കൃത്യങ്ങളെല്ലാം ചെയ്യുന്നത്? ആരാണ് ഇവരെ സംരക്ഷിച്ച് സിനിമയിൽ മുമ്പോട്ട് നിലനിർത്തുന്നത്? ഈ കാര്യങ്ങൾ തീർച്ചയായും സിനിമാക്കാർക്ക് അറിഞ്ഞേ പറ്റൂ. അല്ലാതെ സിനിമയിലുള്ള ഒരാളെ ചോദ്യം ചെയ്യരുത് എന്ന് പറയുന്നതിനോടൊന്നും ഞാനും ഒരു സിനിമാക്കാരൻ തന്നെയാണ്. സുരേഷ് ഏട്ടൻ അത്ര സിനിമ നിർമ്മിച്ചിട്ടില്ലെങ്കിലും സിനിമകൾ സംവിധാനം ചെയ്തുള്ള സംവിധായകനാണ് ഞാനും. അപ്പോൾ അതുകൊണ്ട് ഒരു സിനിമാക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു, സിനിമാക്കാരും ഇതിന് അതീതരല്ല. ഇതാര് ചെയ്യിച്ചാലും ശരി, ഇത് വെളിച്ചത്ത് വരണം. ഇത് ഒരു നടിയുടെ കാര്യത്തിൽ മാത്രമല്ല, കേരളത്തിൽ എൻ്റെ സഹോദരിയെ പോലെ അല്ലെങ്കിൽ സഹോദരങ്ങളെ പോലെയുള്ള ഈ പെൺകുട്ടികൾക്ക് കേരളത്തിൽ നിർഭയമായിട്ട് ഇറങ്ങി നടക്കണം. പ്രത്യേകിച്ചും മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഇറങ്ങി നടക്കണം. ഈ ഇൻഡസ്ട്രിയിൽ നടക്കുമ്പോൾ, ഈ ഇൻഡസ്ട്രിയിൽ നേരത്തെ എങ്ങനെയായിരുന്നു? ഒരു നടിയെ കൊണ്ടുപോകുമ്പോൾ സുരേഷ് ഏട്ടൻ അറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ വൈഫും ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നല്ലോ. ഒരു നടി പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രൊഡക്ഷൻ മാനേജരോ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറോ അവരെ അനുഗമിക്കാറുണ്ട്. അവർ ചെല്ലുന്ന ലൊക്കേഷനിൽ അവിടെ ചെന്നിട്ട് അവരെ കൊണ്ടെത്തിക്കാറുണ്ട്. അവരെ സുരക്ഷിതം നോക്കുമായിരുന്നു. ഇപ്പം എന്താണ് നോക്കുന്നത്? ആരാണ് നോക്കുന്നത്? എവിടെയാണ് സംരക്ഷിക്കുന്നത്? ആരാണ് സംരക്ഷിക്കുന്നത്? അപ്പോൾ ഈ സംരക്ഷണം എന്ന് പറയുന്നത് രണ്ട് തട്ടിലാണ്. റൈറ്റ്. ഇവിടെ ശ്രീ സുരേഷ് കുമാർ, ആ നടിയുടെ സംരക്ഷണത്തിന്റെ ചുമതല ആർക്കായിരുന്നു? അവരുടെ സ്വന്തം വാഹനത്തിൽ വന്നതല്ലല്ലോ. അവരൊരു സിനിമയുടെ വർക്കുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ അവർ സഞ്ചരിച്ച വാഹനത്തിന്റെ, അവരുടെ താമസത്തിന്റെ ഒക്കെ പൂർണ്ണമായ ഉത്തരവാദിത്വം ആ സിനിമാ നിർമ്മാണ കമ്പനിക്കാണ്. ആ സിനിമാ നിർമ്മാണ കമ്പനിയെ വിശ്വസിച്ചാണ് അവർ പാതിരാത്രി തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വന്നത്. ആ കാര്യം എന്തുകൊണ്ടാണ് താങ്കൾ വിട്ടുപോകുന്നത്? അവരെ ഒന്നും തൊടണ്ട, ഈ കൊട്ടേഷൻ സംഘങ്ങളെ കുറിച്ച് മാത്രം അന്വേഷിച്ചാൽ മതി എന്നാണോ? ഗുണ്ടകളെ വളർത്തുന്ന പരിപാടിയൊന്നും ഞങ്ങൾക്കാർക്കും ഇല്ല, സിനിമയ്ക്കകത്തും ഇല്ല. ഹലോ, ഞാൻ പറഞ്ഞത് സിനിമാക്കാര് ഞങ്ങൾ ഈ ഗുണ്ടകളായിട്ടുള്ള ആൾക്കാരെ വളർത്തുന്നതോ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ വെക്കുന്നതോ ആയിട്ടുള്ള പരിപാടി ഒന്നുമില്ല. 30ഓളം പടങ്ങൾ അതിൽ വർക്ക് ചെയ്തെന്ന് നമുക്കാർക്കും അങ്ങനെ ഒരു അറിവേ ഇല്ല. 30 പടം വർക്ക് ചെയ്യുന്നു. ഏത് പടം വർക്ക് ചെയ്തു? ആ 30 പടത്തിന്റെ ലിസ്റ്റ് ബൈജു കൊട്ടാരക്കര തരട്ടെ. ശ്രീ സുരേഷ് കുമാർ, ജോണി സാഗരികയുടെ ഡ്രൈവർ ആയിരുന്നുവല്ലോ ആദ്യം. ഇയാൾ കുഴപ്പക്കാരനാണെന്ന് ജോണി സാഗരികയ്ക്ക് അറിയാം, അതുകൊണ്ടാണ് പറഞ്ഞു വിട്ടത്. മുകേഷിന്റെ ഡ്രൈവർ ആയിരുന്നല്ലോ ഇയാൾ കുഴപ്പക്കാരനാണെന്ന് മുകേഷിനറിയാം, അതുകൊണ്ടാണ് പറഞ്ഞു വിട്ടത്. ഇയാൾ അതിനുശേഷവും പല ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. ആ ക്രിമിനൽ കേസുകളുടെ ലിസ്റ്റ് ഇയാളെ ജോലിക്ക് വെക്കുന്ന ആളുകൾക്ക് അറിയില്ലായിരിക്കാം. പക്ഷേ ഇയാൾ കുഴപ്പക്കാരനാണ് എന്ന് നിങ്ങളുടെ സംഘടനയിലുള്ള, അതായത് വിവിധ സിനിമാ പ്രവർത്തകരുടെ സംഘടനകളിലുള്ള ആളുകൾക്ക് നന്നായി അറിയാം എന്നിരിക്കെ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഒരു പ്രധാനപ്പെട്ട നടിയെ പിക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു ഡ്രൈവറെ, ഇങ്ങനെ ഒരു ക്രിമിനലിനെ ചുമതലപ്പെടുത്തിയതിന്റെ ഇന്റൻഷൻ എന്തായിരുന്നു എന്ന് അന്വേഷിക്കേണ്ടതില്ല എന്നെങ്ങനെ പറയും? എന്തോ ഇങ്ങനെ ഒരു ക്രിമിനലിനെ ഈ നടിയെ പിക്ക് ചെയ്യാൻ അയച്ച ആ പ്രൊഡക്ഷൻ ഹൗസിന്റെ താല്പര്യം എന്തായിരുന്നു എന്ന് അന്വേഷിക്കേണ്ടതില്ല എന്നെങ്ങനെ പറയും? വർഷങ്ങൾക്ക് പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ മുകേഷിന്റെ ഡ്രൈവറായി. മനസ്സിലായില്ലേ? മുകേഷിന്റെ ഡ്രൈവറായി. അങ്ങനെ മുകേഷിന് പറഞ്ഞൂടെ, ജോണി സാരിക്ക് പറഞ്ഞൂടെ, ഇയാൾ മുകേഷിന്റെ അടുത്ത് പേഴ്സണൽ ഡ്രൈവറായിട്ടാണ് പോയത്, അല്ലാതെ പ്രൊഡക്ഷന്റെ ഡ്രൈവറായിട്ടല്ല. അയാൾ വീണ്ടും വേറൊരു ആർട്ടിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ആർക്കും പരസ്പരം അറിയത്തില്ല. അറിയാമെങ്കിൽ ആരെങ്കിലും വെച്ചോണ്ടിരിക്കുവോ? ഞാനിപ്പോ എനിക്കറിയാവുന്ന ഇവൻ ഇന്ന ആരാണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ മുകേഷിനെ ഇവിടെ വെച്ച് കണ്ടാൽ ഞാൻ പറയില്ലേ, മുകേഷ് ഇവനെ പറഞ്ഞു വിടുന്നത് ശരിയല്ലെന്ന് ഞാൻ പറയില്ലേ? ശ്രീമതി തനൂജ ഭട്ടതിരി, സിനിമാ പ്രവർത്തകയാണ് ആക്രമിക്കപ്പെട്ടത് എന്നതിൻ്റെ ഒരു പ്രസിദ്ധി ഈ കേസിനുണ്ടാകും. പക്ഷേ ഡൽഹിയിൽ നിർഭയ മോഡലിൽ നിർഭയയ്ക്ക് എന്താണോ സംഭവിച്ചത്, ഒരുപക്ഷെ അതിനേക്കാൾ ക്രൂരമായ വിധത്തിൽ. കാരണം ഇത് ഒരു മാസത്തെ ആസൂത്രണത്തിന് ശേഷം നടന്ന ഒരു ഭീകരമായ കുറ്റകൃത്യമാണ്. ഇത് ഒരു കൊട്ടേഷൻ സംഘാംഗങ്ങളുടെ ബുദ്ധി എന്നുള്ള തലത്തിൽ മാത്രം അന്വേഷിക്കപ്പെടേണ്ട ഒന്നാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടുമല്ല. ഡൽഹിയിലെ കാര്യം മാത്രം നോക്കണ്ട, നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മളിപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ എത്രമാത്രം ഈ വളരെ ക്രൂരമായ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും എല്ലാം നമ്മൾ കണ്ടു. ഇതിപ്പം ഈ ഒരു കാര്യം
നമ്മൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നെ പോലെ സ്ത്രീകളൊക്കെ വളരെ ഞെട്ടലോടെയാണ്. ഞങ്ങളൊക്കെ രാത്രി സഞ്ചരിക്കുന്നവരാണ്. സമയം നോക്കി ഇന്നത്തെ സ്ത്രീകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ല. അവർ പല ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുന്നവരാണ്. എന്ത് സൗകര്യമാണ് അല്ലെങ്കിൽ എന്ത് സുരക്ഷയാണ് നമുക്കുള്ളതെന്ന് വീട്ടിലിരിക്കുന്നവരും നമ്മളും ആലോചിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലുള്ള സുരക്ഷ മാത്രം പോരല്ലോ, നമുക്ക് ഉള്ള സുരക്ഷ മാത്രം പോരാ, നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിലുള്ള ഓരോ സ്ത്രീക്കും അതിനുള്ള അർഹതയുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും ഒക്കെ ആയിട്ട് ഇദ്ദേഹം ഓട്ടോറിക്ഷയിൽ കയറി സഞ്ചരിച്ചു എന്ന് വരെ പറയുന്നു. ഇന്നത്തെ കാലത്ത് ടെക്നോളജി എന്തുമാത്രം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എവിടെയെല്ലാം CCTV സ്ഥാപിച്ചിട്ടുണ്ട്, എങ്ങനെയെല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. ഒരു 50 വർഷം മുമ്പുള്ള ഒരു അവസ്ഥ സമൂഹത്തിൽ നോക്കി അതിൽ നിന്നും എത്ര വ്യത്യസ്തമാണ് ഇന്ന്. അന്ന് ഒരു പക്ഷേ ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ഒരാളൊരു കൊലപാതകം ചെയ്ത് ബോംബെക്ക് വണ്ടി കയറിപ്പോയി അവിടുന്ന് കപ്പലിൽ കയറി എങ്ങോട്ടെങ്കിലും പോയാൽ ആർക്കും ചിലപ്പോൾ പുറകെ പോകാൻ പറ്റില്ല. ഇന്നങ്ങനെയല്ല. ഇവിടുത്തെ പോലീസിന് ഏത് രാജ്യത്തും അപ്പം തന്നെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അത്രമാത്രം ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്ത്, ഒരു കാലത്ത് ഇത്തരം കേസുകൾ ഉടനെ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ഈ പറഞ്ഞ ആളെ എന്തായാലും നമ്മുടെ പോലീസ് അത്ര മോശക്കാരൊന്നുമല്ല. അവർക്ക് വേണമെന്ന് വിചാരിച്ചാൽ സാധിക്കാത്ത ഒന്നും ഇല്ലാന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഈ കേസിൽ ഒരു പക്ഷേ പ്രശസ്തിയായ ഒരു വനിതയായതുകൊണ്ടായിരിക്കാം അവർ കുറച്ചൊരു സീക്രസി വെച്ച് അങ്ങനെ നോക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാം കൃത്യമായി കണ്ടുപിടിച്ച് അവർ നമുക്ക് ഒരു ഉത്തരം ഒരുമിച്ച് തരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. തീർച്ചയായും. ശ്രീ PT തോമസ് MLA, താങ്കൾ ലാലിന്റെ വസതിയിൽ എത്തുമ്പോൾ തൃക്കാക്കര AC അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നുവല്ലോ. ഇരയായ പെൺകുട്ടി ആരാണ് ഈ കൃത്യം ചെയ്തത് എന്ന് അവരോട് പറഞ്ഞതാണ്. ആ സന്ദർഭത്തിൽ അതിനുശേഷം 1 മണിക്കൂറോളം നേരം ഈ കുറ്റവാളി എറണാകുളം നഗരത്തിൽ തന്നെ ഗിരിനഗറിലുണ്ടായിരുന്നു. അയാളുടെ ഫോൺ ഓണായിരുന്നു. ആൻഡോ ജോസഫ് വിളിക്കുന്ന നിമിഷം വരെ അയാളുടെ ഫോൺ ഓണായിരുന്നു. ആ സമയം കൊണ്ട് തന്നെ ആ പ്രതിയെ പിടിക്കാമായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് പിടിച്ചില്ല എന്ന സംശയത്തിന് ആര് ഉത്തരം തരും? ഞാൻ അവിടെ കണ്ട ഒരു കാര്യം എന്റെ അഭിപ്രായത്തിൽ പറയാം. ഇപ്പോൾ പിടിയിലായിരിക്കുന്ന മാർട്ടിൻ എന്ന് പറയുന്ന പ്രതിയോടാണ് ചോദിച്ച് നീ ആരെയൊക്കെ ഫോൺ ചെയ്തിരുന്നു എന്ന് പോലീസ് ചോദിച്ചപ്പോഴാണ് ഇയാളുടെ നമ്പർ കൊടുക്കുന്നത്. ആ നമ്പറിൽ ഒരേ സമയത്ത് പോലീസും ഈ ആൻഡോ ജോസഫ് ഒന്നിച്ചാണ് വിളിക്കുന്നത്. എല്ലാവരുടെയും ഗാങ്ങാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഫോണിൽ നിന്ന് അലോ അലോ എന്ന് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ പോലീസിന്റെ കയ്യിലേക്കാണ് ഈ ഫോൺ കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. അതല്ലെങ്കിൽ പോലീസും അപ്പൊ അതേ സമയത്ത് തന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അലോ അലോ എന്ന് അയാൾ പറയുന്നേ ഉള്ളൂ എന്ന് പറയുകയും കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ആ AC ആ പോലീസിന്റെ ഏതോ കൺട്രോൾ സംവിധാനത്തിലേക്ക് പറയുകയും 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇയാൾ ഗാന്ധിനഗർ ടവറിന്റെ ലിമിറ്റിലുണ്ടെന്ന് ഞങ്ങളോട് പറയുകയാണ്. അപ്പൊ ആൻഡോ ജോസഫ് അവിടെ വെച്ച് വിളിച്ചിരിക്കുന്നത് ഈ പോലീസിന്റെ സാന്നിധ്യത്തിലാണ്. അത് മറ്റേ പ്രതി കൊടുത്ത ഫോൺ നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ആളെയാണ് ആ നമ്പർ കൊടുക്കാൻ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ വെച്ച് പറഞ്ഞത് ഈ മാർട്ടിൻ എന്ന് പറഞ്ഞ ആള് ഈ യുവനടിയുടെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഞങ്ങളിങ്ങനെ ഇന്ന സമയത്ത് ഇവിടുന്ന് പുറപ്പെടുന്നു എന്ന് ഒരാൾക്ക് ഇൻഫർമേഷൻ കൊടുത്തു എന്ന് അവൻ പോലീസിനോട് പറയാണ് അവിടെ വെച്ച്. ആ നമ്പർ ഏതാണെന്ന് ചോദിക്കണം. അപ്പോഴാണ് ഈ നമ്പർ കൊടുക്കുന്നത്. ആ നമ്പറിലാണ് ഈ SI AC-യും ഇവർ രണ്ടുപേരും കൂടെ നിൽക്കുമ്പോഴാണ് വിളിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഇവരിത് വിളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ IG വിജയനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അതെല്ലാം ലാലിന്റെ വീടിന്റെ മുറ്റത്താണ് നിൽക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഈ കാര്യത്തിൽ ലാലോ അല്ലെങ്കിൽ ആൻഡോ ജോസഫോ ഈ കാര്യത്തിൽ സ്വന്തം ഒരു മോൾക്കോ പെങ്ങൾക്കോ ഉണ്ടാകുന്ന ഒരു ദുഃഖത്തോടെ അവിടെ അതിനെ കൈകാര്യം ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ മറ്റൊരാഴ്ച എനിക്കൊന്നും പറയാം. അതെ, അതിനാണ് സാധ്യത. പക്ഷേ ശ്രീ PT തോമസ്, അപ്പോഴും ആ മൊബൈൽ ഫോൺ ഓൺ ആയിരുന്നു. അതായത് ആ ഫോൺ എവിടെ ഉണ്ട് എന്ന് ട്രേസ് ചെയ്യാനുള്ള സംവിധാനം എറണാകുളത്തെ പോലീസിനുണ്ടായിരുന്നു. ആ നമ്പർ കിട്ടിയതിന് ശേഷം അങ്ങനെ ആ വ്യക്തി ഏത് ടവർ ലൊക്കേഷന് കീഴിലാണ് എന്ന് പോലീസ് സമയബന്ധിതമായി അന്വേഷിച്ചിരുന്നു എങ്കിൽ അയാൾക്ക് ഈ വല പൊട്ടിച്ച് രക്ഷപ്പെടാൻ ഉള്ള സാധ്യത അവസാനിക്കുമായിരുന്നുവല്ലോ. അവിടെ നിന്ന് ആലുവയിലെത്തി ഒരു വക്കീലിനെ കണ്ട് സാധനങ്ങൾ ഏൽപ്പിച്ച് വക്കാലത്തും കൊടുത്തതിന് ശേഷമാണ് ആലപ്പുഴ അമ്പലപ്പുഴ ഭാഗത്തുകൂടി ഇയാൾ രക്ഷപ്പെട്ടു പോയത്. അത് നിങ്ങളുടെ പ്രസ്താവന തെറ്റാണ്. ഈ സംസാരം കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ AC തന്നെ പറഞ്ഞു അയാൾ ഗാന്ധിനഗർ ലൊക്കേഷനിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു എങ്കിൽ അരമണിക്കൂറിനകം പ്രതി കസ്റ്റഡിയിലാകൂല്ലോ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അവിടെയാണ് സംശയം നിൽക്കുന്നത്. ഈ അരമണിക്കൂറിനകം കസ്റ്റഡിയിലിടാൻ ഗാന്ധിനഗർ ടവറിന്റെ കീഴിലുണ്ടായിരുന്ന പ്രതിയെ എന്തുകൊണ്ട് പോലീസ് പിടിച്ചില്ല എന്നുള്ള ചോദ്യത്തിനാണ് പ്രസക്തി.
അതെ, ആ ചോദ്യം തന്നെയാണ് ഞാനും ചോദിച്ചത്. ആ ശരി, പറയൂ ശ്രീ എം ടി. ഒരു കേസിൽ ഒരു പ്രതിയെ നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ പോലീസ് അയാൾ പ്രതിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിൽ ഒരു ഇൻഫർമേഷൻ കൊടുക്കൂ? ഞാനിതുവരെ കേട്ടിട്ടില്ല. ഒരു കേസിൽ ഈ പറയുന്ന ആൾ ഐഡന്റിഫൈ, കാരണം അതുവരെ ഇത് കേസാകുന്നതിനെ കുറിച്ച് അയാൾക്കറിയില്ല. നമ്മൾ മനസ്സിലാക്കിയ വാർത്ത അനുസരിച്ച് ഇത് പുറം ലോകം പറഞ്ഞിട്ടില്ല. പുറം ലോകം അറിയാത്തിടത്തോളം അയാൾ സേഫ് ആണെന്ന് അയാൾ വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല, ഇത് പുറം ലോകം അറിഞ്ഞിരിക്കുന്നു, ഇത് കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന് എന്തിന് പോലീസ് ഒരു സുഹൃത്ത് മുഖാന്തരം ഇയാളെ അറിയിച്ചു? പോലീസാണല്ലോ, പോലീസിന് ബാധ്യതയുണ്ടല്ലോ. സാധാരണ ഒരാൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ പോലീസിന്റെ ഫോണിൽ നിന്ന് വിളിച്ച് ഐഡന്റിഫൈ ചെയ്ത് കൺസെന്റ് പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് കൊടുത്ത് പൊക്കാൻ പറയണം. അല്ലാതെ ഒരു സുഹൃത്തിനെ കൊണ്ട് ഇത് എന്തിനറിയിക്കണം? അയാൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടാക്കണം. അതിന് പോലീസ് ഉത്തരം പറയണം. അതിന് ആ സംഭവത്തിന് സാക്ഷികളായവരെല്ലാവരും ഉത്തരം പറയണം. അഡ്വക്കേറ്റ് ആശ, ഇക്കാര്യത്തിൽ താങ്കൾക്ക് തോന്നുന്നത് എന്താണ്? അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ് എന്നാണ് നമ്മൾ കരുതുന്നത്. പോലീസിന് അന്വേഷിക്കാനുള്ള രീതികളുണ്ട്. അവർ പുറത്തേക്ക് മുഴുവൻ ഇൻഫർമേഷനും മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും നൽകുകയില്ല. അതൊക്കെ അന്വേഷണത്തിന്റെ രീതിയാണ്. ഇതിനോടകം പുറത്തു വന്ന വിവരങ്ങളിൽ ഈ കാര്യത്തിൽ പോലീസോ ബന്ധപ്പെട്ട ഏജൻസികളോ എന്തെങ്കിലും ഒളിച്ചുകളി നടത്തുന്നുവെന്ന് ഊഹിക്കാനോ വിചാരിക്കാനോ വസ്തുതയുണ്ടോ? ഈ ഒരു വിഷയത്തിൽ എനിക്ക് പോലീസിൻ്റെ അന്വേഷണത്തിൽ ചില പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം അഭിലാഷ് തന്നെ 2-3 തവണ സൂചിപ്പിക്കുകയുണ്ടായി, ടവർ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയയിൽ ബീറ്റ് പോലീസിംഗ് ഉണ്ട്, ആ ഏരിയയിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അവിടെ ഇഷ്ടംപോലെ പോലീസുകാരുണ്ട്. ഇതൊരു മെട്രോ സിറ്റിയാണ്. ബീറ്റ് പോലീസിംഗ് വളരെ കൃത്യമായി നടക്കുന്ന ഒരു സിറ്റിയാണ്. എന്തുകൊണ്ട് ഒരു ബീറ്റ് പോലീസ് ഓഫീസറെ വിളിച്ചുകൊണ്ട് ആ ഒരു പ്രതിയെ തടഞ്ഞു വെക്കാനുള്ള ശ്രമം നടത്തിയില്ല? ഒരു അന്വേഷണം നടന്നില്ല. ഈ രീതിയിൽ അയാളെ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, കൊട്ടേഷൻ സംഘമാണ് എന്ന് കൃത്യമായി നടി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കൊട്ടേഷൻ സംഘത്തെ ഏൽപ്പിക്കുന്നത്, കൊട്ടേഷൻ സംഘം എന്ന് പറയുന്നത് എന്താ? ഒരു ആൾക്കാർ അവർക്കൊരു നിയുക്തമായ ജോലി കൊടുക്കുന്നു. ഈ ജോലി കൊടുത്ത ആളിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല? അപ്പോൾ ഉന്നതരായിട്ടുള്ള ആളുകൾ ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഈ പൾസർ സുനി എന്ന ഈ പ്രതിയെ പിടിച്ചു കഴിഞ്ഞാൽ ഉന്നതരിലേക്ക് കൃത്യമായി തന്നെ നീണ്ടുപോകും ആ നിയമത്തിന്റെ കരങ്ങൾ. അപ്പോൾ അത് എത്താൻ പാടില്ല. അതല്ലെങ്കിൽ അതിന് അവിടെ ഒരു കഥയുണ്ടാക്കി ആ കഥ മറച്ച് ഇപ്പൊ നമ്മുടെ ജിഷ കേസ് വന്ന പോലെ എവിടുന്നോ ഒരു പ്രതിയെ കൊണ്ടുവന്ന് മനുഷ്യന്റെ യാതൊരുവിധ യുക്തിക്ക് നിരക്കാത്ത രീതിയിൽ, ബുദ്ധിക്ക് നിരക്കാത്ത രീതിയിലുള്ള ഒരു നാടകം കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് ഈ നടിയെ ഇവരൊക്കെയാണ് ഉപദ്രവിച്ചത്, ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം എന്ന് പറഞ്ഞൊരു കോംപ്രമൈസ് ഭാഷയോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ഒരു നാടകമൊന്നും കാണാനല്ല നമ്മളിരിക്കുന്നത്. ഇവിടെ വളരെ വ്യക്തമാണ് പിങ്ക് പോലീസിംഗ് ഉണ്ട്. എന്തൊക്കെ നാടകങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹരിത പോലീസിംഗ്, പോലീസുകാരൊക്കെ പോയിട്ട് സ്കൂളിൽ പോയിട്ട് ചെടി വെക്കുക, ഇതൊക്കെയാണോ പോലീസുകാരുടെ പണി? കേരളത്തിലെ പോലീസുകാർ എത്രത്തോളം ജാഗ്രത കാണിക്കുന്നുണ്ട് ഒരു വിഷയത്തിൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും നേരെ നടക്കുന്ന അതിക്രമത്തിൽ? എല്ലാവർക്കും പരമപുച്ഛാണ്. ഒരു പരാതിയെ ചെല്ലുന്ന പെൺകുട്ടിയുടെ നേരെ പരമപുച്ഛാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആക്ഷനിൽ ഉണ്ടാവുക. ഒരു അതിപ്രശസ്തയായ ഒരു നടിയുടെ നേരെ ഇത്തരം അനാസ്ഥ കാണിക്കുമെങ്കിൽ ഈ പോലീസിൽ നിന്ന് എന്ത് നീതിയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്? കൃത്യമായി ഇൻവെസ്റ്റിഗേഷൻ ലാബ്സ് ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ യാതൊരുവിധ ഉത്തരവാദിത്വമോ താല്പര്യമോ ഇല്ലാത്ത ഒരു പോലീസിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ ക്രിമിനലിന്റെ സൈഡ് നോക്കൂ, എത്ര ബ്യൂട്ടിഫുൾ ആണ്. കേരള ഹൈക്കോടതിയിൽ എത്തിക്കഴിഞ്ഞു. സോ ഡിഫൻസ് ഈസ് അലേർട്ട് ഹിയർ, ബട്ട് ദ പോലീസ് ഇസ് നോട്ട് അറ്റ് ഓൾ അലേർട്ട്. ദിസ് ഹാസ് സീൻ ഈവൻ ഇൻ സൗമ്യ കേസ്. അപ്പോൾ ഡിഫൻസ് വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. 1 മാസമായി അവിടെ ഗൂഢാലോചന, വളരെ കൃത്യമായി അധോലോക ബന്ധങ്ങളിലൂടെ അല്ലെങ്കിൽ ബന്ധങ്ങളുടെ സിനിമയിലെ ഓരോ ആരുടെ ഡ്രൈവർ ആരായിരിക്കണം, എത്ര മണിക്കൊരു നടി എവിടേക്ക് പോകുന്നു വരുന്നു, എല്ലാം ഡിഫൻസ് ഈസ് സോ മച്ച് അലേർട്ട്. ബട്ട് ഇറ്റ് ഈസ് ദ കേരള പോലീസ് ഇസ് നോട്ട് അറ്റ് ഓൾ അലേർട്ട്. അവർക്ക് എന്തിനാ താല്പര്യമുള്ളത്? അവർ ഈ മോഡേണൈസിംഗ് ദ പോലീസ് എന്ന് പറഞ്ഞാൽ ഈ പൈസ മണി ചെലവാക്കിയിട്ട് എവിടെയാണുള്ളത്? ശരി, അതാണ് താങ്കളുടെ ആശങ്ക. ശ്രീ എ റഹീം, ഈ നാട്ടിലെ സ്ത്രീകൾക്ക് നീതി നടപ്പാക്കി എന്ന തോന്നൽ കൂടി ഉണ്ടാകണം. പോലീസിന്റെ ഇതുവരെയുള്ള നടപടികൾ അങ്ങനെ ഒരു തോന്നൽ നൽകുന്നില്ല. ഇത് വളരെ പ്രിമച്യൂർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയി കരുതേണ്ട. ഇതിനോടകം തന്നെ ഈ പ്രതിയെ പിടിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ട് അത് കളഞ്ഞു എന്ന വിമർശനം ശക്തമാണ്. നോക്കൂ, ജിഷയുടെ സംഭവം വന്നപ്പോൾ ആരാണ് ഇങ്ങനെ ഒരു കൃത്യം എന്ന് മൊഴി കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, സാക്ഷി ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ആ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തുകൊണ്ട് പ്രതിയെ പിടിക്കുന്നില്ല എന്ന് രമേശ് ചെന്നിത്തലയോട് ചോദിച്ചതുപോലെ എന്തുകൊണ്ട് 3 ദിവസമായിട്ട് പൾസർ സുനിയെ പിടിക്കുന്നില്ല എന്ന് പിണറായി വിജയനോട് ചോദിക്കാം. ആ ചോദ്യം യുക്തമാണ്. അപ്പൊ പിന്നെ പിടിച്ചതിനെ കുറിച്ചുകൂടി പറയൂ. പിടിച്ചതിനെ കുറിച്ചുള്ള ഉത്തരവാദിത്വം വേറെ ആരും പിടിച്ചതല്ലല്ലോ. 2, ഇവിടെ ഉയർന്ന പല സംസാരങ്ങളും നമ്മുടെ പോലീസ് സേനയുടെ മൊറലിനെ ആകെ ഇല്ലാതാക്കുന്നതാണ്. എന്തറിഞ്ഞിട്ടാ? ഈ അന്വേഷണം ഒരു നല്ല നിലയിൽ പോകുമ്പോൾ നേരത്തെ ശ്രീ അഭിലാഷ് തന്നെ സൂചിപ്പിച്ചതുപോലെ അന്വേഷണത്തിന്റെ എല്ലാ കാര്യങ്ങളും പുറത്തു പറയില്ല.
പോലീസ് സംവിധാനത്തിൽ എല്ലാവർക്കും വിശ്വാസമുണ്ടെന്ന് പറയുന്നു, പോലീസ് ഉദ്യോഗസ്ഥരിൽ നല്ല വിശ്വാസമുണ്ടെന്ന് പറയുന്നു, കഴിവിൽ വിശ്വാസമുണ്ടെന്ന് പറയുന്നു. നിങ്ങൾ അവരെ വിശ്വാസത്തിലെടുക്കുന്നേ. അത് വെറുതെ പറഞ്ഞിട്ട് ഒരു വശത്തുകൂടെ വെറുതെ അവരുടെ മൊറലിനെ എന്തിനാണ് നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ പോലും പറയുന്നില്ല പോലീസ് ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച കാണിച്ചു എന്ന്. പിന്നെ ഇവിടെ പരാമർശകാര്യം മറ്റ് ഉന്നതകരിലേക്കും സിനിമാക്കാരിലേക്കും ഒക്കെയുള്ള കാര്യങ്ങളാണ്. അതുണ്ടെന്നോ ഇല്ലെന്നോ നമ്മളെന്തിനാണ് ഇപ്പോൾ ഇതുപോലൊരു സ്റ്റുഡിയോ റൂമിൽ നമ്മൾ വിധികർത്താക്കളാകുന്നത്? അതിൽ നമ്മളതിന് വാശി പിടിക്കുന്നു. പോലീസ് അന്വേഷിക്കട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, ഇതിൽ ഉന്നതനെന്നോ അതിന് കീഴ്ത്തട്ടിലുള്ള ആളെന്നോ ഡ്രൈവറെന്നോ ഗുണ്ടയെന്നോ ഒന്നും വ്യത്യാസമില്ല. ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഏതൊക്കെ ആളുകളുണ്ടോ അവരുടെ കയ്യിൽ കയ്യാമം വീണ്ടിരിക്കും. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. അത് എന്നെങ്കിലും ഒരിക്കലല്ല, സമയബന്ധിതമായി നടക്കും. അതിന് ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഒന്ന്. രണ്ട്, ഈ ഉണ്ടായൊരു പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പോലീസ് സംവിധാനം ആകെ മോശമാണ് എന്ന നിലയിലുള്ള പ്രചരണം നടത്തുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഇവിടെ ശ്രീ പി ടി തോമസ് അദ്ദേഹം അവിടെ നടന്ന കാര്യങ്ങൾ സത്യസന്ധമായാണ് വിശദീകരിച്ചത്. ആ സത്യസന്ധമായി വിശദീകരിച്ചതിനെ നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് ആ ടവർ ലൊക്കേഷനിലുള്ള പ്രതി പിന്നീട് പിടിയിലായില്ല എന്നൊക്കെ പോലീസ് തന്നെ വിശദീകരിക്കേണ്ട കാര്യമാണ്. അത് വിശദീകരിക്കും പോലീസ്. ഇതുപോലൊരു പ്രതിയെ മറ്റ് 3 പേരെ കൂടി പിടിച്ച സാഹചര്യത്തിൽ എന്തിന് അങ്ങനെ വെറുതെ വിടേണ്ട കാര്യം എന്തോന്ന്? ഇത്രയും വലിയൊരു കുറ്റകൃത്യം ചെയ്ത ഒരാൾ സ്വാഭാവികമായും അയാൾ കൂടുതൽ അലർട്ടാവും. അയാൾ രക്ഷപ്പെടാനുള്ള ഏതെങ്കിലും ഒരു പ്രതി എവിടെയെങ്കിലും ഒരിക്കൽ വന്ന് കൈനീട്ടി നിന്ന് കൊടുക്കോ, എന്നെ അറസ്റ്റ് ചെയ്യൂ പ്ലീസ് എന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കോ? നിൽക്കില്ല. അയാളുടെ വഴിയെല്ലാം ഉപയോഗിക്കും. ആ സാധ്യത അയാൾ ഉപയോഗിക്കുമ്പോൾ പോലീസ് സംവിധാനം അതോടൊപ്പം എനിക്ക് ചേർത്തൊരു ചോദ്യം കൂടി ഇതിപ്പോ രാഷ്ട്രീയമായിട്ട് പിണറായി വിജയനാണ് ഇതിന്റെ പ്രതി എന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ആക്ഷേപം പോലീസിനെതിരായിട്ടാണ്. എന്തിനാണ് റഹീം പോലീസിനെ ഇങ്ങനെ സംരക്ഷിക്കുന്നത്? ഇത് ഗവൺമെന്റിന്റെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷന്റെ ഭാഗമാണ് കേസ് ലാപ്സാവെന്ന് ആരോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടില്ല. പക്ഷേ റഹീമും ഞാനും ഉൾപ്പെടെയുള്ള കേരളത്തിലെ സമൂഹത്തിന്റെ മുമ്പാകെ കഴിഞ്ഞ 3 ദിവസത്തെ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ലാപ്സ് ഉണ്ട്. അത് നമ്മൾ ഇതിനു മുമ്പ് ചൂണ്ടിക്കാണിച്ചു റഹീമെ. ഇപ്പൊ മാത്രമേ റഹീം അങ്ങനെ ഇല്ല എന്ന് പറയുന്നത്. പല കേസിലും നമ്മളെല്ലാവരും ചൂണ്ടിക്കാണിച്ച കേസ് തന്നെയാണ്. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുടകൾ ചൂണ്ടിക്കാണിക്കും. ഇവിടെ 2 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു. ഈ പൾസർ സുനിക്ക് സിനിമയുമായി ബന്ധമില്ല. പിന്നെ എങ്ങനെ ഇയാൾ സിനിമാ നടന്മാർ മാത്രം ഡ്രൈവർമാരാവുന്നത്? ഇയാൾ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഡ്രൈവർമാരായിട്ടില്ലല്ലോ, ഏതെങ്കിലും ബിസിനസ്സുകാരുടെ ഡ്രൈവർമാരായിട്ടില്ലല്ലോ. എങ്ങനെയാണ് ഇത്രയും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാള് സിനിമാ നടന്മാരുടെയും സിനിമാ സംവിധായകന്മാരും സിനിമാ പ്രൊഡക്ഷന്മാരെയും മാത്രം പിന്നാലെ പോകുന്നത് എങ്ങനെയാണ്? അതിന്റെ അർത്ഥം അയാൾക്ക് കണക്ഷൻ ഉണ്ട് എന്ന കാര്യം പറയുമ്പോൾ ഇല്ല എന്ന് വെറുതെ കൈ കഴുകിയിട്ട് കാര്യമില്ല. കാര്യം സമ്മതിക്കാൻ വേണ്ടി ഇത്തരം അധോലോക ക്രിമിനൽ സംഘങ്ങളുമായിട്ട് സിനിമയിലെ ഒരു വിഭാഗത്തിന് ബന്ധമുണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അംഗീകരിച്ച മതിയാവൂ. വസ്തുതകളാണ് ബോധ്യപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം, രക്ഷപ്പെടുന്നത്. റഹീം പറയേണ്ട ഒരു മറുപടി, ഞാൻ ആരെയും ബ്ലെയിം ചെയ്യുന്നില്ല. പക്ഷേ ഈ ക്രിമിനലിന് കേരളത്തിൽ ഇത്രയും പോലീസ് അലർട്ടഡ് ആണ്. ഞാൻ സംബന്ധിക്കുന്നത് പോലീസ് അലർട്ടാണ്, മാധ്യമങ്ങൾ അലർട്ടാണ്, ജനങ്ങൾ അലർട്ടാണ്. എന്നിട്ടും ഈ 3 ദിവസം കേരളത്തിനകത്തുണ്ട് ഇദ്ദേഹത്തിന് എങ്ങനെ സ്വൈരമായി യാത്ര ചെയ്യാൻ സാധിക്കുന്നു? അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാളെ ആരോ സംരക്ഷിക്കുന്നുണ്ട്. എന്റെ ക്വസ്റ്റ്യൻ അവിടെയാണ്, ആരാണ് സംരക്ഷിക്കുന്നത്? അതാണ് ആദ്യം പിടിക്കപ്പെടേണ്ടത്. അയാൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളെല്ലാം അതിന്റെ കണ്ണിയാണ് നല്ല പിടിക്കപ്പെടുന്നത്. ശരി, അതാണ് ഞാൻ റഹീമിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീമതി ലതിക സുഭാഷ്, ഇത് ഒരു കൊട്ടേഷൻ സംഘത്തിന്റെ പ്രവർത്തനം മാത്രമായി ഒതുങ്ങുന്നതാണോ? ആക്രമിക്കപ്പെട്ട നടി തന്നെ ഈ പ്രതികൾ ഇത് കൊട്ടേഷനാണ്, ഞങ്ങളോട് സഹകരിക്കൂ എന്ന് പറഞ്ഞതായി മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗുണ്ടകളുടെ പശ്ചാത്തലം മാത്രം അന്വേഷിച്ചാൽ മതിയോ? ഗുണ്ടകൾക്ക് പിറകിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അന്വേഷിക്കണം. ഞാൻ കേരളത്തിലെ പോലീസിന്റെ കഴിവിനെ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല. ഒരുപാട് തെളിവുകൾ കണ്ടെത്തി ഒരുപാട് കേസുകൾ പിടിച്ചിട്ടുള്ളതാണ് കേരളത്തിലെ പോലീസ്. ഇതിനകത്ത് പൊളിറ്റിക്കലായിട്ട് കുറ്റം പറയാൻ ഈ അവസരം ഞങ്ങൾ ആരും ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഇവിടെ എനിക്ക് മുമ്പ് 2 സഹോദരിമാർ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ വനിതകൾ, ഇവിടെ തനുജ ഭട്ടതിരിപ്പാട് സൂചിപ്പിച്ചതുപോലെ ഞാൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസമാണ് ട്രെയിനിൽ വെച്ച് ഒരു അന്യസംസ്ഥാന വനിതയ്ക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് നമ്മൾ കേട്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ SMB കോളേജിൽ ക്രൂരമായി തൻ്റെതല്ലാത്ത കാരണത്താൽ പ്രണാഭ്യർത്ഥന നടത്തിയ ഒരു കുട്ടി, അവന് മരണപ്പെട്ടു. ആ കുട്ടിയാൽ കൊല ചെയ്യപ്പെട്ട നിന്ന് കത്തി സ്വപ്നങ്ങൾ എരിഞ്ഞ ശ്രീലക്ഷ്മി എന്ന പെൺകുട്ടിയുടെ വീട്ടിൽ ഞാൻ കയറി ചെന്നു. ശ്രീലക്ഷ്മിയുടെ കുഞ്ഞാങ്ങളെ പറയുകയാണ്, അമ്മേ ഇവിടുത്തെ നീതി നമുക്കില്ല. ഈ ഭരിക്കുന്ന കക്ഷിയുടെ ഒരു പഞ്ചായത്ത് അംഗം പോലും ഇങ്ങോട്ടേക്ക് കടന്നു വന്നില്ല. ഇനി മുതൽ ഏതെങ്കിലും ഒരു സ്ത്രീയെ, +2 പഠിക്കുന്ന മിടുക്കനായ കുഞ്ഞ് പറയുകയാണ്,
ഏതെങ്കിലും ഒരു പെൺകുട്ടി അപമാനിക്കപ്പെട്ടാൽ ഞാൻ അവന്മാരെ ശരിയാക്കും അമ്മയെന്ന്. എന്തുകൊണ്ടാണ് ഇത് പറയാനായിട്ട് ഇടപെട്ടത്? ഇത് രാഷ്ട്രീയക്കാർ തമ്മിൽ തല്ലേണ്ട സമയമല്ല. ഞാൻ ശ്രീ സുരേഷിന്റെ ആ ഒരു സ്വന്തം ഫീൽഡിലുള്ള ആളുകളോടുള്ള സ്നേഹത്തെ ഞാൻ മാനിക്കുന്നു. പക്ഷേ ഇവിടെ സിനിമാക്കാര്, രാഷ്ട്രീയക്കാര്, മാധ്യമപ്രവർത്തകര്, ഇരകള്, മറ്റുള്ള ആളുകൾ, അവരുടെ ബന്ധുക്കള്, ഇവരാരും അന്യരല്ല. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇത്രയധികം സ്ത്രീകള് സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് കടന്നു വന്ന ഈ സാഹചര്യത്തിൽ അവരെ രക്ഷിക്കുവാനുള്ള, അവരിനി അപമാനിതരാകാതിരിക്കാനുള്ള, ശ്രീ റഹീം പറഞ്ഞതുപോലെ ഒരു ഇരയും ഇനി ഉണ്ടാവാതിരിക്കാൻ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് പോലും വീണ്ടും ആ കുഞ്ഞെന്ന് തന്നെ ഞാൻ പറയട്ടെ, ഞാനൊരമ്മയാണ്, ആ കുട്ടിയുടെ വീട്ടിലെ ആളുകൾക്കും ആ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ആളുകൾക്കും വലിയ വിഷമം ഉണ്ടാക്കുകയാണ്. തീർച്ചയായും ശരിയാണ് ശ്രീമതി ലതിക സുഭാഷ്. ശ്രീമതി തനൂജ, ഞാൻ ഇതിന്റെ കുറ്റവാളികളെ ആരെങ്കിലും സംരക്ഷിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിൽ നിന്ന് ഇരയുടെ കാര്യത്തിലേക്ക് വന്നാൽ വലിയ പിന്തുണ, വലിയ സ്നേഹം പൊതുസമൂഹത്തിൽ നിന്നാകെ, അത് ചലച്ചിത്ര മേഖലയിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ നിന്ന് എമ്പാടും കിട്ടുന്നുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കാനാണ് കൂടുതൽ സാധ്യത, പ്രത്യേകിച്ച് സെലിബ്രിറ്റികളായാൽ. ഇവിടെ ധൈര്യം കാണിച്ചു, ഇത് റിപ്പോർട്ട് ചെയ്യാനുള്ള ധൈര്യം കാണിച്ചു, ഫൈറ്റ് ചെയ്യാനുള്ള ധൈര്യം കാണിച്ചു. അതിന് കിട്ടുന്ന പിന്തുണയെ ഒരുപക്ഷെ ഈ സംഭവം ഉണ്ടായതിനു ശേഷമുള്ള ഏറ്റവും നല്ല പോസിറ്റീവായ ഘടകമായി കാണുന്നുണ്ടോ? തീർച്ചയായും കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനൊരു പ്രായമായിട്ടുള്ള ഒരു സ്ത്രീയെ കണ്ടിട്ടുണ്ട്. അവർ വളരെ ക്രൂരമായിട്ട് 2-3 ചെറുപ്പക്കാർ ബലാത്സംഗം ചെയ്ത ഒരു സ്ത്രീയാണ്, വൃദ്ധയാണ്. ഞാൻ കണ്ടതാണ്, നേരിൽ കണ്ടതാണ്. അന്ന് അവരെ ആരോഗ്യമെല്ലാം മെച്ചപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അവരുടെ മക്കൾ പറഞ്ഞ ഒരു വാക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ മറന്നിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അവർ പറഞ്ഞു, എന്തായാലും അമ്മയ്ക്ക് ഇങ്ങനെ പറ്റി, അമ്മയുടെ ജീവിതമൊക്കെ ഏതാണ്ട് ഇത്ര പ്രായമൊക്കെ ആയി, ഇനി ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ മക്കളുടെയൊക്കെ കാര്യമുണ്ട്, പുറത്തിറങ്ങിയാൽ ഞങ്ങളുടെ കുടുംബത്തിനാകെ ഇത് ഭയങ്കര മോശമാവും, അതുകൊണ്ട് കഴിയുമെങ്കിൽ ഇത് ഒരു കേസാക്കരുത്, ഇത് കേസാവാതെ പുറത്തറിയാതെ. അപ്പോൾ എന്താ, പെണ്ണുങ്ങളുടെ മാനത്തിന് പ്രായത്തിൻ്റെ വെച്ച് പോലും നമ്മൾ വിലയിടുന്നുണ്ടെന്നുള്ളത് ഒരു വലിയ ഒരു ഇതായി എനിക്കന്ന് മനസ്സിലാക്കുന്നു. വലിയൊരു ഷോക്കായിട്ട് എനിക്കത് മനസ്സിലാക്കുന്നതായിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ ഇവിടെ പറഞ്ഞ പല ചർച്ചയിൽ നിന്നും എനിക്ക് തോന്നുന്നത്, ഗവൺമെൻറ് ഏതാണെന്നൊന്നും സ്ത്രീകൾക്ക് പ്രശ്നമില്ല. ഇത് ആര് ഭരിക്കുന്നു എന്നുള്ളതൊന്നും അല്ല നമ്മുടെ പ്രശ്നം. സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള സൗകര്യം, ജോലി ചെയ്യാനുള്ള സൗകര്യം, യാത്ര ചെയ്യാനുള്ള സൗകര്യം, അവളുടെ ഇഷ്ടത്തിന് അവളുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യമാണ് നമുക്കിവിടെ വേണ്ടത്. അതല്ലാതെ ഇന്ന ഗവൺമെൻറ് ആയതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ബാക്കി എല്ലാവരും കൂടെ, ഇവിടെ ലതിക പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇത്തരം പ്രശ്നങ്ങൾ ഇനി വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പല ചെറിയ കുട്ടികൾക്കും അല്ലെങ്കിൽ അറിയപ്പെടാത്ത കുട്ടികൾക്കൊക്കെ പ്രശ്നം വരുമ്പോൾ അതൊന്നും പുറത്തറിയുന്നില്ല, ചർച്ച ചെയ്യപ്പെടുന്നില്ല. വളരെ വലിയ ഇഷ്യൂകളാവുമ്പോഴേ അതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് നമുക്കെല്ലാം ഒരു പക്ഷേ കൂടുതൽ ജാഗ്രതായിട്ട് ഇത് ഇരിക്കാനും ഇതൊക്കെ കാണാനുമുള്ള ഒരു സ്ഥിതിവിശേഷം വരുത്തി തീർത്തേ മതിയാവും. അത് എങ്ങനെയാണെന്ന് ചർച്ചയിൽ മാത്രം അവസാനിച്ചാൽ പോരാ. ഇനി ഇത് ഒരാൾക്ക് ഇങ്ങനെ വരാതിരിക്കാൻ, ഇപ്പൊ സിനിമയെക്കുറിച്ച് പറഞ്ഞു, സിനിമാ ലോകത്തിലെ ആരും മോശമാണെന്ന് നമ്മൾ ആരും പറയുന്നില്ല. പക്ഷേ ഏത് ബിസിനസ് കാര്യമാണെങ്കിലും ഏത് സ്ഥാപനമാണെങ്കിലും എടുക്കൂ, 100% ആൾക്കാരും നല്ലവരായിരിക്കില്ല. അതിനകത്താണ് നല്ലവരായിട്ടുള്ള ആളുകൾ എപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചുറ്റുമുള്ളവരെയും. അപ്പോൾ അത് സിനിമാ ലോകത്തും തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അവരുടെ ഉത്തരവാദിത്വമാണ്, എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് കൂടെയുള്ളവർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും അവർ പെരുമാറുന്നതെന്നും അവരുടെ സ്വഭാവം. ഒരു ചെറിയ പ്രശ്നമുണ്ടായാൽ ആൾ ശരിയല്ലല്ലോ എന്ന് തോന്നാൻ അവിടെയുള്ള ഒരു നല്ല ആൾക്ക് സാധിക്കണം. അത് 4 പേരോട് പറയാൻ സാധിക്കണം. അവിടെയാണ് വിജയം. തീർച്ചയായും. ശ്രീ ബൈജു കൊട്ടാരക്കര, ഇതിന്റെ അന്വേഷണത്തിൽ നിന്ന് സിനിമാ മേഖലയിലുള്ള ആളുകൾക്ക് ഒരു ഇമ്മ്യൂണിറ്റി നേടി ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരിക്കലും കരുതുന്നില്ല. അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണമല്ല, നടന്നൊരു കാര്യം പറയാം. ലാൽ ജോസ് എന്ന് പറഞ്ഞ സംവിധായകനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഡ്രൈവർ പാതിരാത്രിക്ക് വഴിയിലിറക്കി വിട്ടു. നടന്ന സംഭവമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ പേരിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഡ്രൈവേഴ്സ് യൂണിയനെ നിരോധിച്ചു. ഫെഫ്കയുമായി പ്രശ്നങ്ങളുണ്ടായി. അവരില്ല, ഈ യൂണിയനെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞു. ശരിയാണ്, പിരിച്ചുവിട്ടു. ഇതെല്ലാം കഴിഞ്ഞു. ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു പ്രമുഖ നടനും 2 പ്രൊഡക്ഷൻ കൺട്രോളർമാരും ചേർന്ന് ഇവർക്ക് 103-4 ഡ്രൈവേഴ്സിനെ വിളിച്ചിട്ട്, ഈ മുമ്പേ നമ്മോട് സംസാരിച്ച ശ്രീ മേനക സുരേഷ് ഏട്ടനോ അല്ലെങ്കിൽ എൻ്റെ സെക്രട്ടറി രഞ്ജിത്തോ പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് രഞ്ജിത്ത് ഞങ്ങളോട് സംസാരിച്ചോ പറഞ്ഞത്. അവർ പോലും അറിയാതെ പ്രൊഡ്യൂസേഴ്സ് ഓഫീസിൻ്റെ
ഓഫീസിനകത്ത് വെച്ചും മറ്റൊരു ലൊക്കേഷനിൽ വെച്ചും ഇവർക്ക് 150 രൂപ വെച്ച് ഒരു കോച്ചിന് അനൗദ്യോഗികമായി കൂട്ടിക്കൊടുക്കാൻ സമ്മതിച്ചതവരാണ്. അപ്പോൾ അങ്ങനെ കൂട്ടിക്കൊടുത്ത് ഈ ഡ്രൈവർമാരിൽപ്പെട്ട ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ ഗ്രൂപ്പിനെ കൂടെ നിർത്തണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇവരെല്ലാം മനസ്സ് നിഷ്കളങ്കമാണെന്ന് സുരേഷ് ഏട്ടൻ പറഞ്ഞ പോലെ എനിക്കത്ര വിശ്വാസമില്ല. എല്ലാവരെയും മനസ്സൊന്നും സിനിമയിൽ എല്ലാവരെയും മനസ്സൊന്നും നിഷ്കളങ്കമാണെന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം നിഷ്കളങ്കമല്ലാത്ത ഒരുപാട് പേര് സിനിമയിലുണ്ട്. അല്ലാതെ എല്ലാവരും പുണ്യാളന്മാരൊന്നും നമ്മൾ ഒരിക്കലും പറയാൻ പറ്റത്തില്ല ആ കാര്യത്തിൽ. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് ആരാണ് ഇവർക്ക് ഈ ശമ്പളം പോലും പ്രൊഡ്യൂസേഴ്സ് പോലും അറിയാതെ ഈ രീതിയിൽ ശമ്പളം കൂട്ടിക്കൊടുത്ത് ഇങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കുന്ന ആരാണ്? ഇവരെ എന്തിനു വേണ്ടി സംരക്ഷിക്കുന്നു? ഈ സംരക്ഷിക്കുന്ന ആരാണെന്ന് കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ. ഇനിയെങ്കിലും സിനിമയിൽ ഇങ്ങനത്തെ ഒരു സംഗതി ആവർത്തിക്കരുത്. സിനിമ ഒരു ഗ്ലാമറുള്ള ഫീൽഡാണ്. ഇവിടെയും കുഞ്ഞനീത്തിമാരും പെങ്ങന്മാരും ഒക്കെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് സംരക്ഷണം വേണം. തീർച്ചയായിട്ടും അവർക്ക് സംരക്ഷണം വേണം. ഇത് പെട്ടെന്ന് സിനിമാ ഫീൽഡിൽ ഉണ്ടാകുന്ന ഒരു ന്യൂസ് പെട്ടെന്ന് പബ്ലിസിറ്റി വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അവർക്ക് സംരക്ഷണം കിട്ടാനായിട്ട് തീർച്ചയായിട്ടും എന്നാൽ നമ്മുടെ MLA ശ്രീ മുകേഷ് പറഞ്ഞല്ലോ, ഏത് നടി പോയാലും ഒരു വനിതാ പോലീസിനെ കൂടെ അയക്കണമെന്ന്. എന്തർത്ഥത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇൻഫോം പാർക്കിൽ ജോലി ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. നടികളെക്കാട്ടിലും കൂടുതൽ ശമ്പളം മേടിക്കുന്ന ആൾക്കാരില്ലേ? സെലിബ്രിറ്റികൾ എത്രയോ പേരുണ്ട്. എത്രയോ ലക്ഷം പെൺകുട്ടികൾ കൂടെ പോലീസുകാരെ നിയമിക്കേണ്ടി വരും. അതൊന്നും അല്ല ഇതിനകത്ത് ഉണ്ടാവേണ്ടത്. ഇവിടെ ഉണ്ടാവുന്ന ഒരു സാമൂഹ്യ ബോധം ഉണ്ടാവണം. ഈ പെൺകുട്ടികളെ ഇതിനെതിരെയായ പെൺകുട്ടി ആരാണോ അവർക്ക് നീതി കിട്ടത്തക്ക രീതിയിൽ തീർച്ചയായിട്ടും അന്വേഷണം പോകണം. അന്വേഷണത്തിൽ ഈ കൊട്ടേഷൻ സംഘത്തെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. ഈ കൊട്ടേഷൻ സംഘത്തെ നിയോഗിച്ചത് ആരാണോ ആ നിയോഗിച്ച ആൾക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അത് കൊണ്ടുവരുന്നിടം വരെ മാക്ട ഫെഡറേഷൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ സിനിമയിൽ ഇതൊരു സമര പരിപാടിയായി മുമ്പോട്ട് പോകും. ശരി, വ്യക്തമാണ്. അഡ്വക്കേറ്റ് ആശ, ഈ വാഹനം വാടകയ്ക്ക് എടുത്തവരെയോ ഈ ഡ്രൈവറെ നിയോഗിച്ചവരെയോ ഒന്നും ചോദ്യം ചെയ്യാതെ എങ്ങനെ ഈ സിനിമാ രംഗത്ത് ഇയാൾ വന്നു, എങ്ങനെ ഈ സിനിമാ സെറ്റിൽ ഇത്ര നാൾ ഇയാൾ വിഹരിച്ചു, മറ്റ് ഡ്രൈവർമാരെ നിയോഗിക്കാനുള്ള ഉത്തരവാദിത്വം എങ്ങനെ ഈ പൾസർ സുനി എന്ന വ്യക്തിയിൽ നിർബന്ധിതമായി തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കാതിരിക്കാനാകുമോ? സിനിമ ഗ്ലാമറുള്ള ഫീൽഡാണ്. അവിടെ ബഹുമാനം നേടുന്ന കലാകാരന്മാരുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ വിഷയങ്ങളിലൊക്കെ അവരുടെ മൊഴിയെടുക്കാതെ അവരെ ചോദ്യം ചെയ്യാതെ പോലീസിന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? കൃത്യമായിട്ട് നേരത്തെ ഒരു വാക്ക് ഉപയോഗിച്ചു, പ്രീമച്വർ. ഈ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിലെ പ്രീമച്വർ വളരെ നിർണായക ഘടകമാണ് അന്വേഷണത്തിൽ, നീതിന്യായ വ്യവസ്ഥയിൽ. ഇതിന്റെ വിധി പറയുന്ന സമയത്ത് അതാണ് സൗമ്യ കേസിൽ ലൂപ്പ് ഹോളായിട്ടുണ്ടായ സംഗതി. ഈ പൊൻതൂവലൊക്കെ വാങ്ങിയിരിക്കുന്ന പോലീസുകാരുണ്ടല്ലോ, അവർ തിരിച്ചു കൊടുത്തോ ഈ ഗോവിന്ദചാമിക്ക് വധശിക്ഷ കിട്ടാണ്ടിരുന്ന സമയത്ത്? ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണമെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യൽ, വളരെ കൃത്യമായ സമയത്ത് ഏറ്റവും ഏർലിയസ്റ്റ് പ്രതിയിലേക്ക് എത്തുക, പ്രതിയെ അവിടെ നിയോഗിച്ച ആളുകളിലേക്ക് എത്തുക, അവരെ ചോദ്യം ചെയ്യുക, അവർ അടുത്ത ഹർജിയായിട്ട് വരും. അവർ ആൻസിപ്പേറ്ററി ബെയിൽ ഹർജിയായിട്ട് അവർ അടുത്ത സ്ഥലത്ത് എത്താം, റെഡി ആയിട്ട് നിൽക്കണ്ടാവും കേരളത്തിലെ അഭിഭാഷകരുടെ വാതിൽക്കലായിട്ട് അവരുടെ ആളുകൾ. വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം ഏറ്റവും ഊർജ്ജസ്വലമായ രീതിയിൽ നടത്തുക. എന്തുകൊണ്ട് സാധാരണക്കാരായ ഒരു മനുഷ്യനെ വിളിച്ച് ചോദ്യം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ? ഇവരൊന്നും ഒരു ഇമ്മ്യൂണിറ്റിയുള്ള ആൾക്കാരൊന്നല്ല, യാതൊരുവിധ പ്രിവിലേജും ഇല്ല. എന്താ ഉദ്ദേശിക്കുന്നത്? കേരളത്തിലെ സ്ത്രീകളിൽ നിന്ന് എന്ത് വ്യത്യസ്തമാണ് കേരളത്തിലൊരു നടിക്കുണ്ടാവുന്നത്? എൻ്റെ സുരക്ഷിതത്വം പോലെ തന്നെയല്ലേ മറ്റൊരാളുടെ സുരക്ഷിതത്വം? ഇനി മാനത്തെക്കുറിച്ച് പറഞ്ഞു, എൻ്റെ മാനം നശിക്കുന്നത് പോലെ തന്നെയല്ലേ എൻ്റെ പുരുഷൻ്റെ മാനം നശിക്കുന്നത്, എൻ്റെ സുഹൃത്തിൻ്റെ മാനം നശിക്കുന്നത്? അപ്പോൾ ആണിന് മാത്രം ഒരു പ്രത്യേകമായിട്ടുള്ള മാനവും പെണ്ണിനും പ്രത്യേകമായിട്ടുള്ള മാനമില്ല. ഇരകളെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ അവർക്ക് മാത്രം സ്റ്റിഗ്മ ഉണ്ടാവുക, അവരെ ഒളിപ്പിച്ചു വെക്കുക, ബോൾഡായിട്ട് പ്രതികരിക്കുകയും ആ സിസ്റ്റം അതിനനുസരിച്ച് അലർട്ട് ആവണം, വളരെ കൃത്യമായിട്ടുള്ള അലർട്ട്. അവിടെ ഇരുന്ന് എല്ലാവരും കൂടി ഫോൺ ചെയ്ത് കളിക്കുകയോ അല്ലെങ്കിൽ ആ സമയത്ത് എനിക്ക് മനസ്സിലാവണില്ല, ആ സമയത്ത് മുഴുവൻ ആൾക്കാരെ ഇനി ഈ ഇരയായ ആളുകളുടെ ബന്ധുക്കൾ പരാതിപ്പെട്ടില്ല എന്ന്. ഈ ബന്ധുക്കളെ നിയമം മുഴുവൻ പറഞ്ഞയച്ചിട്ടാണോ നിങ്ങൾ ഇരിക്കുന്നത്? അവർക്ക് എപ്പോഴാണ് പരാതി ഉണ്ടാവുക? അവരെ തോളിൽ തട്ടി സമാശ്വസിപ്പിക്കും, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. മുഖ്യമന്ത്രി ഫോണിൽ വിളിക്കും. അയ്യോ, മുഖ്യമന്ത്രി ജീവിതത്തിൽ ആദ്യമായിട്ട് ഫോണിൽ വിളിച്ചു, കാലുമ വീഴും അവിടെ വരുമ്പോൾ. കരഞ്ഞു കിടക്കണം മരിച്ചുപോയ കുട്ടിയുടെ അമ്മ വരുന്ന മുഖ്യമന്ത്രിമാരുടെയും അല്ലെങ്കിൽ MLA-മാരുടെ ഒക്കെ മുന്നിൽ കാലിൽ വീഴുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം? അങ്ങനെ യാതൊന്നും ചെയ്യേണ്ടതില്ല. കൃത്യമായി ജോലി ചെയ്യേണ്ട ആളുകൾ കൃത്യമായ സമയത്ത് ജോലി ചെയ്യാതെ മറ്റു ചില താല്പര്യങ്ങളുടെ പുറത്ത് സിനിമാ ഫീൽഡായാലും ഏത് ഫീൽഡായാലും സ്വാധീനവും പണവുമുള്ള ഫീൽഡിന്റെ കീഴിൽ അടങ്ങിയിരിക്കുകയാണ്, ഒളിച്ചിരിക്കുകയാണ്. അവർ കൃത്യമായി പുറത്തു വരും. നല്ല ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനെ വെക്കട്ടെ. ഒരു നല്ല ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ വെക്കാൻ തന്നെ എന്തൊരു ബുദ്ധിമുട്ടാണ്. ഒരു നല്ല ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, നല്ല കളക്ടറൊക്കെ ഉണ്ടെങ്കിൽ അവരെവിടെ കൊണ്ടുപോയി ഇരുത്തുന്നത്? അവരെയൊന്നും ഒരിക്കലും ലോക്കൽ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള, അതായത് ക്രൈം ലോ ആൻഡ് ഓർഡർ നോക്കുന്നതിലോ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ നോക്കുന്ന സ്ഥലത്തൊന്നും ഉണ്ടാവില്ല. അവരൊക്കെ വല്ല മാറാല പിടിച്ചെടുക്കുന്ന ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയിരുത്തും. ഇത് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ഏത് രാഷ്ട്രീയക്കാരനായിട്ടാണോ? തീർച്ചയായും അതാണ് അക്കാര്യത്തിൽ താങ്കളുടെ ആക്ഷേപം. ശ്രീ A. റഹീം, നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് സുരക്ഷിതമായി ഇറങ്ങി നടക്കാൻ കഴിയണം.
ആ സുരക്ഷിതത്വ ബോധം അവർക്ക് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ബലാത്സംഗം ചെയ്യപ്പെടുമെന്ന് പേടിച്ച് സ്ത്രീക്ക് ജോലിക്ക് പോകാതിരിക്കാനാകില്ലല്ലോ. സുരക്ഷിതത്വ ബോധം ഉണ്ടാക്കി കൊടുക്കൽ, സുരക്ഷ ഒരുക്കി കൊടുക്കൽ ഭരണകൂടത്തിന്റെ കർത്തവ്യമാണ്. ഇവിടെ ഒരു പ്രമുഖ ചലച്ചിത്ര താരം തന്നെ നടു റോഡിൽ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്ന ഇത്ര ഹീനമായ കുറ്റകൃത്യം നടക്കുമ്പോൾ മറ്റ് സ്ത്രീകൾ എന്ത് വിശ്വസിച്ച് ജോലിക്ക് പോകണം, നാട്ടിലിറങ്ങി നടക്കണം? ആ വിഷയം സർക്കാർ അഭിസംബോധന ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇതൊരു ഒറ്റ ദിവസം അഭിസംബോധന ചെയ്യേണ്ട കാര്യമല്ല. സർക്കാർ എന്നതൊരു തുടർച്ചയാണ്. ഇവിടെ പറഞ്ഞല്ലോ സംവിധാനങ്ങൾ, പോലീസ് സംവിധാനം വിജിലൻ്റ് ആകണമെന്ന്. പോലീസ് സംവിധാനം മാത്രമല്ല വിജിലൻ്റ് ആകേണ്ടത്, പോലീസ് സംവിധാനം വിജിലൻ്റ് ആകണം, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് സിനിമ മാത്രമല്ല, നേരത്തെ ശ്രീ ബൈജു കൊട്ടാരക്കര ഇൻഫോ പാർക്കിൻ്റെ കാര്യം സൂചിപ്പിച്ചു. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ഇന്ന് സ്ത്രീകൾ ജോലിസ്ഥലത്ത് വീടുകളിൽ പോവാണ്. അപ്പോൾ ഇവിടെയെല്ലാം ആരൊക്കെയാണ് ജോലി ചെയ്യുന്നത്? എന്ത് അക്കൗണ്ടബിലിറ്റി ആണുള്ളത്? എന്ത് ഓഡിറ്റാണുള്ളത്? അത് ഏറ്റവും പ്രധാനമായും ഇതിൻ്റെ സ്ഥാപനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ഏജൻസികൾ, ഇവർക്കെല്ലാം അവരുടേതായ ഉത്തരവാദിത്തമുണ്ട്. ഈ പ്രൊഡക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട് പറയുന്നുള്ളൂ, പ്രൊഡക്ഷൻ യൂണിറ്റിന് എൻ്റെ ഉത്തരവാദിത്തമുണ്ട്. അതൊന്നും ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. ആരെയാണ് ഞാൻ ജോലിക്ക് നിർത്തിയിരിക്കുന്നത്? ഒരാൾ പൊടുന്നനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതല്ല. ഇയാളെ സംബന്ധിച്ച് ഒരുപാട് ട്രാക്ക് റെക്കോർഡ് ഉണ്ടെന്നാണ് ഈ പർട്ടിക്കുലർ കേസിൽ പറയുന്നത്. ഞാൻ പറഞ്ഞ ഇത് മാത്രമല്ല, ഇതൊരു ഭാഗം. ഇങ്ങനെ ഒരു അലർട്ട് സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക. രണ്ടാമതൊരു കാര്യം, ഒരു സ്ത്രീ ആക്രമിക്കേണ്ടതാണ് എന്ന് ഒരു ബോധം എങ്ങനെയാണ് ഒരു തലമുറയിൽ വളർന്നു വരുന്നത്? അത് പ്രായഭേദമന്യേ തോന്നുകയല്ലേ? ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കാര്യത്തിൽ പറഞ്ഞു, ജിഷയുടെ കാര്യത്തിൽ വന്നു, ഗോവിന്ദച്ചാമിയുടെ കാര്യം വന്നു. ഇവിടെ വരുമ്പോഴോ ഉത്തരവാദിത്തപ്പെട്ട് ജോലി ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സംഘം ആളുകൾ ചെയ്യുകയാണ്. പുതിയ കൊച്ചു കുട്ടികളുടെ മനസ്സിൽ രൂപപ്പെടുന്നു. ഇങ്ങനെയെല്ലാമുള്ള ഇത് നമ്മുടെ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ മാത്രം ഒരു മാറ്റിയെടുക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ സർക്കാർ യാതൊരു സംശയവും വേണ്ട, ശക്തമായി ഇടപെടും. അത് വിദ്യാഭ്യാസ രംഗം മുതൽ ഇക്കാര്യത്തിൽ നല്ലൊരു അവബോധം വളർത്തിയെടുക്കാതെ ഈ സാമൂഹ്യ ദുരന്തത്തിൽ നിന്ന് നമുക്ക് തീർച്ചയായും എന്തായാലും ഈ കേസിലെ കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാതെ അവരുടെ ശിക്ഷ ഉറപ്പാക്കാതെ പൊതുമനസാക്ഷിയെ തൃപ്തിപ്പെടുത്താനാകില്ല. ആ ഉത്തരവാദിത്തം സർക്കാർ എത്രയും പെട്ടെന്ന് ചെയ്യും എന്ന് കരുതാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ പി ടി തോമസ്, ശ്രീ ബൈജു കൊട്ടാരക്കര, ശ്രീമതി തനൂജ ഭട്ടതിരി, ശ്രീ എം ടി രമേശ്, ശ്രീ എ റഹീം, ശ്രീമതി ലതിക സുഭാഷ്, അഡ്വക്കേറ്റ് ആശ.